بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد بسم الله الرحمن الرحيم وأتم الحج والعمرة لله وقال حبيبنا طه رسول الله صلى الله عليه وسلم العمرة إلى العمرة كفارة لما بينهما صدق رسول الله يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد عدد معلوماتك في كل لحظة أبدا يا ذا الجلال والإكرام أرحم الراحماയ റബ്ബ് ഒരു പരിശുദ്ധ യാത്രയുടെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് നമ്മെ ഒരു മഹനീയ മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സുഖലോക സ്വർഗത്തിലും പ്രിയപ്പെട്ടവരോടൊന്നിച്ച് ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഇരുത്തം ഖബറിലും തുടർന്നുള്ള ജീവിതത്തിലും വലിയ വെളിച്ചവും തെളിച്ചവും ലഭിക്കാൻ, ജീവിതം വിശുദ്ധി നിറഞ്ഞതാവാൻ അള്ളാഹു ഒരു കാരണമാക്കി തരട്ടെ. നമ്മെ നാമാക്കിയ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ പലരും ആറടി മണ്ണിലുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം മണ്ണറ മണിയറയാക്കി കൊടുക്കട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ പറയേണ്ടതെല്ലാം പറഞ്ഞ് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് മക്കൾക്ക് നല്ല ജീവിതം കണ്ട് റാഹത്തോടെയുള്ള മൗത്ത് അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അൽഹംദുലില്ലാ, ഈ ഇരിക്കുന്നവരിൽ ഞാൻ മനസ്സിലാക്കുന്നത് 90% ആളുകളും വിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പെല്ലാം കഴിഞ്ഞ് അടുത്ത യാത്രയിൽ കൂടെ വരുന്നവരാണ്. ഏതായാലും യാത്രയ്ക്ക് മുമ്പ് ഒരു ക്ലാസ് ഉണ്ടാവുക എന്നുള്ളത് പരസ്പരം കാണാനും പരിചയപ്പെടാനും യാത്രയുടെ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കാനും ഏറ്റവും നല്ലതാണ് എന്നതിൽ സംശയമൊന്നും ഇല്ല. നിലവിൽ അൽഹംദുലില്ലാ ഇനി ക്ലാസ്സും കാര്യങ്ങളൊന്നും ഒരാൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിലും ധാരാളം ക്ലാസ്സുകളും മറ്റുമൊക്കെ മൊബൈൽ സംവിധാനം വഴി കേൾക്കാനും കാണാനും മനസ്സിലാക്കാനുള്ള മാർഗം നമ്മുടെ മുന്നിൽ ഉണ്ട് താനും. പിന്നെ യാത്രയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒരു കാണലും കൂടിച്ചേരലും, അതുകൊണ്ട് പരസ്പരം കണ്ടു പിരിയുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു റാഹത്തുണ്ടാവും. ഈ പടപ്പാണല്ലേ നമ്മളിപ്പം വരുന്നത്, ഇത്രയും ആളുകളാണല്ലേ നമ്മളെ കൂട്ടത്തിലുള്ളത് എന്നൊക്കെ മനസ്സിലാകുമ്പോൾ മനസ്സിന് റാഹത്തുണ്ടാവും. പിന്നെ സ്വാഭാവികമായും യാത്രയിൽ ഭൂരിഭാഗം ആളുകളും ആദ്യമായി യാത്ര ചെയ്യുന്നവരായിരിക്കും. ആദ്യം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ഒരുപാട് ആശങ്കകളുണ്ടാവും. ഡ്രസ്സ് എടുക്കണോ, അതെടുക്കണോ, ഇതെടുക്കണോ, അവിടെ എങ്ങനെയിരിക്കും, ഇവിടെ എങ്ങനെയിരിക്കും, എന്താവും ഏതാവും എന്നൊക്കെ. അപ്പോൾ ആ ആശങ്കകളൊക്കെ ഒരു പരിധി വരെ കുറയാൻ ഈ കൂടിയിരിക്കൽ ഒരു കാരണമാകും എന്നത് ഷുവറാണ്. ഇനി തീരെ ക്ലാസ്സിന് ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മൊബൈലിലും അയാൾ ക്ലാസ് കേട്ടിട്ടില്ല, ലൈവായിട്ടും ക്ലാസ് കേട്ടിട്ടില്ല, ഒരു ക്ലാസ്സും അയാൾ പങ്കെടുത്തിട്ടില്ല, ബേജാറാവാനൊന്നുമില്ല. കാരണം നിലവിൽ ഉസ്താദുമാരുടെ സാന്നിധ്യം, അമീർ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായി എല്ലായിടങ്ങളിലും ഉണ്ടാവും. കാണേണ്ടത് കാണിച്ചു തരാനും പറയേണ്ടത് പറഞ്ഞു തരാനും ചെയ്തു തരേണ്ടത് ചെയ്തു തരാനൊക്കെ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം സദാസമയം ഉണ്ടാവും. അതുകൊണ്ട് ഇനി അഥവാ നമ്മളെ ബന്ധുക്കളിൽ ഉമ്മാരിലോ വാപ്പാരിലോ ആരെങ്കിലും ഒരാൾ വന്നിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ആശങ്കപ്പെടാനും ഇല്ല. കൂട്ടത്തിൽ ഒരാളായി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനും ഉണ്ടാകും. അത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു വെച്ചതാണ്. മറ്റൊന്ന്, ഹജ്ജ് ഉംറ എന്നുള്ളത് അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. സാധാരണ യാത്രകളെപ്പോലെ അല്ലല്ലോ ഹജ്ജും ഉംറയും. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന ഹദീസിൽ കാണാം. പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ, പരിശുദ്ധ ഹജ്ജിന് ഒരാൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ എന്താണ് കൂലി കൊടുക്കുക? ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ അതിന് കൂലി കൊടുക്കാനില്ല. ഒരു പണിയെടുത്തതിന് കൂലി കൊടുക്കുകയാണെങ്കിൽ, നമ്മളെ പെരയിലൊരു ഒരാൾ പണിക്ക് വന്നു, നേരം വെളുത്ത് വൈകുന്നേരം വരെ അയാൾ പണിയെടുത്തു. ആ പണിക്കാരനെ നമുക്ക് നന്നായിട്ട് ബോധിച്ചു. വൈകുന്നേരം അയാൾ പണി കഴിഞ്ഞ് പോകുമ്പോൾ അയാൾ കൂലി പറഞ്ഞത് 800 രൂപയാണ്, നമ്മളൊരു 1000 രൂപ കൊടുത്തു. എന്നിട്ട് നമ്മൾ കാരണം പറഞ്ഞു, ആ നല്ലൊരു ചെറുപ്പക്കാരൻ, എല്ലാവരും 8:30-9 മണിയാകും വരാൻ, ഇപ്പോൾ 7 മണിക്ക് തന്നെ വന്നു, എല്ലാവരും 3 മണിയാകുമ്പോഴേക്ക് കയറും, ഇപ്പോൾ 5 മണി വരെ പണിയെടുത്തു, ചോറ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തു എന്നല്ലാതെ ഇങ്ങനത്തെ ഒരു പണിക്കാരൊന്നും ഇപ്പം കിട്ടൂല. 200 രൂപ എക്സ്ട്രാ കൊടുത്താലെന്താ,
എന്ന് നമ്മളൊരു 1000 രൂപ കൊടുത്തു. കാരണം അത് ആ പണിക്കാരൻ്റെ പണിയോട് നമുക്ക് തോന്നിയ ഒരിഷ്ടവും അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിന് നമ്മൾ കണക്കാക്കിയ ഒരു വിലയിരുത്തലുമാണ്. എന്നാൽ പരിശുദ്ധ കഅബാലയം കരുതി പോകുക എന്നുള്ളതിന് ഒരു കൂലി കൊടുക്കുകയാണെങ്കിൽ എന്താ കൊടുക്കുക? മുത്തനബി പറയുകയാണ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അതിന് കൂലി കൊടുക്കുകയാണെങ്കിൽ സ്വർഗമല്ലാതെ കൊടുക്കാനില്ല എന്ന് സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പണി എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പറഞ്ഞ കർമ്മം അത്തരുണത്തിലുള്ള കർമ്മമായി മാറണം. അല്ലാഹു തആല മാറ്റിത്തരട്ടെ. സ്വീകാര്യ യോഗ്യമായ ഉംറയാക്കി, മഖബൂലായ മബ്റൂറായ ഉംറയാക്കി, മർളിയായ സിയാറയാക്കി അല്ലാഹു തആല നമ്മുടെ യാത്രയെ മാറ്റിത്തരട്ടെ. ആദ്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നത്, എല്ലാം കഴിഞ്ഞു, പാസ്പോർട്ടൊക്കെ കൊടുത്തു, ബാഗ് വേണമെങ്കിൽ ഇന്ന് കിട്ടാത്തവർക്ക് ഇന്ന് കിട്ടുമായിരിക്കും, കാശൊക്കെ കിട്ടി, ഇനിയൊന്നുമില്ല, യാത്രകളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. യാത്ര എന്നുള്ളത് പ്രത്യേകിച്ച് ഹറമിലേക്കുള്ള യാത്രയായതുകൊണ്ട് തടസ്സങ്ങളൊന്നുമില്ലാത്ത വിധത്തിൽ ഹറമിലെത്തുക എന്നുള്ളത് അത് അല്ലാഹു തആല ചെയ്തു തരുന്ന വലിയൊരു അനുഗ്രഹം. എത്തിയാൽ തന്നെ എത്തി എന്ന് പറയാൻ പറ്റും. എയർപോർട്ടിൽ നിന്ന് മടങ്ങിയ അനുഭവം നമുക്കുണ്ടാവും. ഞാൻ തന്നെ കോവിഡിന് തൊട്ട് മുമ്പ് ഏകദേശം ഒരു 10-40ഓളം ആളുകളുടെ പാസ്പോർട്ടും കാശൊക്കെ കെട്ടിയൊക്കെ കഴിഞ്ഞു, ക്ലാസ് അടക്കം കഴിഞ്ഞു. ഇനി പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരു മെസ്സേജ്, ചൈനയിൽ എന്തോ ഒരു സാധനം വന്നിക്കണമല്ലോ, അത് വന്നതിൻ്റെ പേരിൽ അങ്ങാടികളും കവലകളൊക്കെ അടച്ചു പൂട്ടിയിട്ടുണ്ട്, ആളുകളാരെയും പെരയുന്ന പുറത്തിറക്കുന്നില്ല, ഒരാൾ ദുബൈയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ആഴ്ച ദുബൈയിൽ ജുമുഅ അല്ല എന്നൊക്കെ. അപ്പോൾ പള്ളി മിഹ്റാബിൽ നിന്ന് പ്രസംഗിച്ച ആളാണ്, പടച്ചോനെ ജുമുഅ അല്ലല്ലോ ദുബൈയിൽ, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജുമുഅ അല്ലല്ലോ എന്ന് പ്രസംഗിച്ച അതേ എൻ്റെ പള്ളിയിലെ മിഹ്റാബിൽ തൊട്ടടുത്ത ആഴ്ച ജുമുഅ അല്ല. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. കണ്ണുകൊണ്ട് കാണാത്ത ഒരു 10 രൂപയുടെ സോപ്പിൻ്റെ വെള്ളം കൊണ്ട് കഴുകിയാൽ പോകുന്ന ഒരു ജീവിയുടെ പേരിൽ ലോകം മുഴുവനും അല്ലാഹു തആല പിടിച്ചു കുലുക്കി നമ്മൾ അനുഭവിച്ചതാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. ഞാൻ എൻ്റെ യാത്രയിൽ ആദ്യമായി ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ യാത്ര പറയാൻ വേണ്ടി പോയി. യാത്ര പറയാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞു, മോനെ ജസീലെ, ഉംറ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ്. ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നൊരു ഉമ്മയും ഉപ്പയും ഉണ്ട്. ഞാൻ അവരുടെ ചരിത്രം കേട്ട് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ എന്താണെന്നിട്ട് ഉസ്താദ് പറഞ്ഞു തന്നു. ഈ ഭാഗത്താണ്, കോട്ടക്കൽ കോഴിച്ചന എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ ഈ പരിസരത്ത്. ഈ പരിസരത്തുള്ള ഒരു വാപ്പയും ഉമ്മയും. വാപ്പ ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം ഒന്ന് കാല് തിന്നി വീണു, ശരീരത്തിൻ്റെ എല്ല് പൊട്ടി, യാത്ര മുടങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നാട്ടിൽ നിന്ന് പല ഉമ്മമാരൊക്കെ പോകുന്നുണ്ട്, ഞാനും നിങ്ങളെ സമ്മതം തന്നാൽ ഞാനും പൊയ്ക്കോട്ടെ. അപ്പോൾ ഭർത്താവ് പറഞ്ഞല്ലോ, ഒന്ന് ഈ ആദ്യം എത്താനായിരിക്കും കൊള്ളാ ഈ പോട്. ഉമ്മ ഒരുങ്ങി. ബാപ്പക്ക് സംഭവിച്ചതുപോലെ തന്നെ യാത്രയുടെ അടുത്ത് ആ ഉമ്മക്കും ഒരു അപകടം സംഭവിച്ചു. ഉമ്മയുടെ യാത്രയും മുടങ്ങി. രണ്ടുപേരും പിന്നെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സമയമെടുത്തു. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് പോകാനാവും ഖളാ എന്ന് കരുതി രണ്ടുപേരും യാത്രക്കുള്ള ഒരുക്കങ്ങൾ നടത്തി. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളില്ല എന്ന് തോന്നിയപ്പോൾ ഭാര്യയും ഭർത്താവും യാത്രക്കൊരുങ്ങി. പക്ഷേ യാത്രക്കിടയിൽ അഥവാ വല്ല കൈകാല് വേദനയോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കല്പം മരുന്ന് കൂടെ കരുതുന്നത് നല്ലതല്ലേ എന്നുള്ളതൊക്കെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലേക്ക് ഭാര്യയും ഭർത്താവും മരുന്ന് മേടിക്കാൻ വേണ്ടി അവരുടെ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോഴിച്ചന എന്നുള്ള സ്ഥലത്ത് വെച്ച് ഒരു മരം അവരുടെ കാറിന് മുകളിലേക്ക് വീണു. രണ്ടുപേരും തൽക്ഷണം മരണപ്പെട്ടു. ഉണ്ടോ നിങ്ങൾ? അവർക്ക് പ്രതിഫലമുണ്ട്. ഹജ്ജിൻ്റെയും ഉംറൻ്റെയും പ്രതിഫലം യൗമിൽ ഖിയാമത്ത് നാൾ വരെ ഹജ്ജും ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ ഹദീസിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഹജ്ജിനും ഉംറക്കും എത്തുക എന്നുള്ളത് അത് വലിയ തൗഫീഖാണ്. അപ്പോൾ യാത്രയുടെ മുന്നൊരുക്കങ്ങളുമായി നമ്മൾ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി ആത്മാർത്ഥമായി ദ്വാരക്കുക എന്നുള്ളതാണ്. പടച്ചോനെ, കറുപ്പിൻ്റെ കസവണിഞ്ഞ പരിശുദ്ധ കാബയുടെ തിരുമുറ്റത്ത് തന്നെ എത്തിക്കണേ അല്ലാ. ലോകത്ത് വന്ന സകല അംബിയാ മുർസലീങ്ങളും സുജൂദ് ചെയ്ത ഇടം, എല്ലാ മഹാന്മാരും വന്ന് കണ്ണും കൽബും നിന്നിലേക്ക് തിരിച്ച ഇടത്ത് സാധുവായ എന്നെയും ഈയൊന്ന് എത്തിക്കണേ അല്ലാ എന്ന് നിരന്തരം ദ്വാരക്കുക. അത് കൽബിൽ തട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുക. 1. 2, നല്ല മനുഷ്യന്മാരോടൊക്കെ ദ്വാരക്കാൻ പറയണം. ഈമാനുള്ള മുഅ്മിനീങ്ങളോടൊക്കെ ഒന്ന് ദ്വാരക്കാൻ വേണ്ടിയിട്ട് പറയുക, ഞാനിങ്ങനെ ഉംറയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, എൻ്റെ യാത്ര റാഹത്താൻ വേണ്ടി, കബൂലിയത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണേ എന്ന് നല്ലവരോട്. അതിന് 2 ശൈലിയുണ്ട് കേട്ടോ. ഒന്ന്, ഞാനിങ്ങനെ ഉംറയ്ക്ക് പോവാണ്,
എൻ്റെ പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, മറ്റോളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് തന്നെ 10-15 ആൾക്കാരും. ആ വർത്താനമല്ല, ജോറിൻ്റെ വർത്താനമല്ല ഉദ്ദേശിച്ചത്. വിനയത്തിൻ്റെ ഒരു ഭാഷ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിങ്ങനെ ഉംറക്ക് പോകാനുള്ളൊരു തൗഫീഖുണ്ട്, ഒരവസരമുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒക്കെ റാഹത്താകാൻ വേണ്ടി ദ്വാരക്കണേ, കബൂലിയത്തുണ്ടാകാൻ വേണ്ടി ദ്വാരക്കണേ എന്നുള്ളത്. അല്ലാതെ പത്രാസിൻ്റെയും പേരിൻ്റെയും പെരുമിൻ്റെയും വർത്താനമല്ല ഉദ്ദേശിച്ചത്. എന്നിട്ട് നല്ല മനുഷ്യന്മാരെ കൊണ്ടൊക്കെ ദ്വാരപ്പിക്കുക, ഈമാനുള്ള സജ്ജനങ്ങളോടൊക്കെ മുഅ്മിനീങ്ങളോടൊക്കെ ദ്വാരക്കാൻ പറയുക. യാത്രയുടെ മുന്നൊരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത്. അദബുകൾ ധാരാളമുണ്ട്, ഹക്കിടപാടുകളൊക്കെ വീട്ടണം, ശരിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദബാണ് ഇനി പറയാൻ പോകുന്നത്. ഈ അദബ് പാലിച്ചിട്ട് ഹറമിലേക്ക് നീങ്ങിയാലേ യാത്ര കബൂലിയത്തുള്ളതാവും. അതല്ല എങ്കിൽ കുറേ കാശും മുടക്കി ചുറ്റുപാടുകളൊക്കെ മാറ്റിവെച്ചു, എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി നിന്ന് ഒരു 10-15 ദിവസം വിട്ടെന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. സ്വീകാര്യത ഉണ്ടാവില്ല, ഏട്ടിൽ വരവുണ്ടാവില്ല. ആഖിറത്തിൽ വരുമ്പോൾ നമ്മളെ കിതാബിൽ വരവാണല്ലോ, അതുണ്ടാവില്ല. അപ്പോൾ ഈ വിഷയം ശരിക്കും അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്? ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും ഒരുങ്ങുന്നൊരു വ്യക്തി മുഅ്മിനീങ്ങളുമായി പിണങ്ങി നിൽക്കാൻ പാടില്ല. വിശിഷ്യ കുടുംബത്തിൽ ആരുമായെങ്കിലും തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരോട് സലാം പറഞ്ഞ് വിഷയങ്ങളൊക്കെ പറഞ്ഞ് നന്നായി പിണക്കങ്ങൾ ഇണക്കങ്ങളാക്കി മാറ്റണം, വിള്ളലുകൾ വിളക്കി ചേർക്കണം. എന്നിട്ട് യാത്രക്കൊരുങ്ങിയാലേ യാത്ര കബൂലിയത്തുണ്ടാവും. അതിന് ഞാനെന്തിനാ മിണ്ടാൻ പോണേ, എൻ്റെ അടുത്ത് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, തീർത്തും തെറ്റോ ഓരോരുത്തല്ലേ ഉള്ളത്, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ മിണ്ടാൻ പോണേ? നമ്മളടുത്ത് തെറ്റും കുറ്റവും ഒന്നുമില്ല, നമ്മൾ 100% ഓക്കെ. എന്നിട്ടല്ലല്ലോ നമ്മൾ മക്കത്ത് പോണത്. നമ്മളെന്തിനാണ് കാബയുടെ അടുത്തേക്ക് പോകുന്നത്? നമ്മളെന്തിനാണ് മുത്തുനബിയുടെ അടുത്തേക്ക് പോകുന്നത്? നമ്മളെല്ലാം തികഞ്ഞവരാണെങ്കിൽ പിന്നെ പരിശുദ്ധ കാബയുടെ അടുത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ റബ്ബിൻ്റെ അടുക്കൽ ചെന്ന് അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ ഈ എനിക്ക് പുറത്തു തരണേ അല്ലാ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. നമ്മളെങ്ങനെയാണ് പോകുന്നത്? കെട്ടിയവനോട് മിണ്ടൂല, അല്ലെങ്കിൽ മക്കളോട് മിണ്ടൂല, അല്ലെങ്കിൽ ഒരു ഗർഭപാത്രത്തിൻ്റെ ചൂടറിഞ്ഞ ഏകോദര സഹോദരങ്ങളോട് മിണ്ടൂല. ആ നിലക്കാണ് നമ്മൾ പോകുന്നത്. അള്ളാഹ് നമ്മളെ കബൂലാക്കൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യുജാലിസു മഅനാ ഖാത്തിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവൻ നമ്മോടൊപ്പം ഇരിക്കരുത്. ആര് പറയാണ്? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പറഞ്ഞു മുത്തുനബി. എന്തേ കാരണം? അള്ളാഹുവിൻ്റെ ഇജാബത്ത് തടയപ്പെടും. ആരാണ് പറയുന്നത്? ലോകം കണ്ട അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അത്യുത്തമരായ മുത്തുനബി പറയാണ്, നമ്മളോടൊപ്പം ഇരിക്കരുതേ. ആരിരിക്കരുത്? കുടുംബബന്ധം മുറിച്ചവൻ, കുടുംബത്തിൽ തെറ്റി നിൽക്കുന്നവൻ നമ്മോടൊപ്പം ഇരിക്കരുത്. ഇത് പറയുന്ന വേദിയും വളരെ പ്രധാനമാണ്. അറഫയുടെ മൈതാനിയിൽ വെച്ച് ലക്ഷക്കണക്കിന് ഹാജിമാർ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വന്ന എല്ലാ ഹാജിമാരും എത്തുന്ന ഇടമാണ് അറഫ. 40 ലക്ഷം ആളുകളുണ്ട് എങ്കിൽ ആ 40 ലക്ഷം ആളുകളും അറഫയിൽ വരും. അത് സുഖമില്ലാതെ ശ്വാസം മാത്രമുണ്ട്, മിടിപ്പ് മാത്രമേ ഉള്ളൂ, ഒരനക്കമല്ല, ബോധമില്ലാതെ കിടക്കുകയാണ്. അയാളെയും ഹുക്കൂമ കൊണ്ടുവരും, വെന്റിലേറ്ററിലായി, ആംബുലൻസിലായി, ഹെലികോപ്റ്ററിലായി അറഫയിൽ കൊണ്ടുവരും. കാരണം അറഫയിൽ വന്നില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. ഈ അറഫ, ആ അറഫയുടെ മഹത്വം മുത്തുനബി പറഞ്ഞു. ഒരാൾ പരിശുദ്ധ ഹജ്ജിൻ്റെ വേളയിൽ അറഫയിൽ വന്നിട്ട് അയാൾ വിചാരിക്കുകയാണ്, എൻ്റെ തെറ്റും കുറ്റമൊന്നും അള്ളാഹു പുറത്തിട്ടുണ്ടാവൂല എന്നൊരാൾ വിചാരിച്ചാൽ ആ വിചാരം വരെ ഏറ്റവും വലിയ തെറ്റാണ്. അത്രയും ശ്രേഷ്ഠമായ അറഫയുടെ മണ്ണിൽ വെച്ച് അള്ളാഹിൻ്റെ ഹബീബ് പറയാണ്, കുടുംബബന്ധം മുറിച്ചവർ നമ്മോടൊപ്പം ഇരിക്കരുത്, റബ്ബിൻ്റെ ഇജാബത്ത് തടയപ്പെടും. ഒരു സുഹൃത്ത് എണീറ്റ് പോയി. ഒരാൾ എണീറ്റ് പോയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ നിരീക്ഷിച്ചു. ഓൻ എങ്ങോട്ടായി പോകുന്നത്? അയാൾ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം മടങ്ങി വന്നപ്പോൾ ചോദിച്ചു, നീ എങ്ങോട്ടാ പോയത്? അദ്ദേഹത്തിൻ്റെ മറുപടി, അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞില്ലേ, കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇവിടം വിട്ടു പോവണേ, റബ്ബിൻ്റെ ഇജാബത്ത് തടയപ്പെടുമെന്ന്. ഞാൻ എൻ്റെ ഖാലത്തുമായി, എൻ്റെ ബാപ്പയുടെ സഹോദരിയുമായി അല്പം അകൽച്ചയിലായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് സലാം പറഞ്ഞ് നന്നാകാൻ വേണ്ടി പോയതാണ്. സലാം പറഞ്ഞ് നന്നായി മടങ്ങി വന്നതാണ്. അപ്പോൾ നമ്മളും ഒന്ന് പാകപ്പെടണം. താഴ്ന്നിടത്തേ വെള്ളം നിൽക്കൂ. അപ്പോൾ നമ്മളൊന്ന് റബ്ബിന് വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ച്, റബ്ബിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ച് ഒന്ന് സലാം പറഞ്ഞ് നന്നാവുക. നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതിന് എൻ്റെ അടുത്ത് തെറ്റില്ലല്ലോ, കുറ്റമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കാതെ ഒന്ന് വിളിച്ചിട്ട്, എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ. ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ നമ്മളെ മനസ്സനുവദിക്കുമെങ്കിൽ ഒന്ന് പോവുക, ഒന്ന് പോയി കണ്ടിട്ടൊന്ന് സലാം പറഞ്ഞ്, ഞാനിങ്ങനെ തൊട്ടടുത്ത ദിവസം ഉംറയ്ക്ക് വേണ്ടി പോവാട്ടോ, എൻ്റെ മനസ്സിൽ നിങ്ങളോടൊന്നും ഇല്ലട്ടോ,
നിങ്ങളെ മനസ്സിൽ എന്നോടൊന്നും ഉണ്ടാവരുതേ, ഞാൻ ഹറമിൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദ്വാർക്കും, എൻ്റെ യാത്ര റാഹത്താൻ വേണ്ടി നിങ്ങളും ദ്വാർക്കണേ എന്നൊന്ന് വിനയത്തോടുകൂടെ പറഞ്ഞ് ആ വെള്ളലികൾ അകൽച്ചകളൊന്ന് അടുപ്പിച്ചാൽ റബ്ബിൻ്റെ അടുക്കൽ കബൂലിയത്ത് ഉണ്ടാകും. ഇല്ല, നമ്മളെ മനസ്സതിന് പാകപ്പെടുന്നില്ല, അത് നിങ്ങൾക്കന്നെ പറഞ്ഞാൽ മതി മൂല്യരെ, ഞാനല്ലേ അത് അറിയുള്ളൂ, എന്നോടോള് ചെയ്തത് എനിക്ക് ശരിക്കും അറിയാലോ, ഞാൻ മരിച്ചാലും അത് പൊരുത്തപ്പെട്ടു കൊടുക്കൂല എന്ന ധാരണയാണ് എങ്കിൽ പരിശുദ്ധ കാബയുടെ അടുത്ത് പോയിട്ട് നമ്മൾ റബ്ബിനോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, മുത്തുനബിയുടെ അധ്യാപനം. അതുകൊണ്ട് യാത്രക്കൊരുങ്ങുന്ന നമ്മൾ മനസ്സ് നന്നായി പാകപ്പെടുത്തേണ്ടതുണ്ട്. ആരുമായിട്ടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ അകൽച്ചകളൊക്കെ ഒന്ന് മാറ്റേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. അല്ലാഹു തആല നമ്മുടെ യാത്ര എല്ലാവിധത്തിലും കബൂലിയത്തുള്ള യാത്രയാക്കി തരട്ടെ. ആഖിറു സമാനാകുമ്പോൾ 4 വിധത്തിൽ ഹറമിലേക്ക് ആളുകൾ നീങ്ങുന്ന ഒന്നാമത്തേതാണ് ടൂർ പോവുക. ദുബൈയിലൊക്കെ പോയിട്ടുണ്ട്, ഖത്തറിലൊക്കെ പോയിട്ടുണ്ട്, മക്കത്തും മദീനത്തൊന്ന് പോയി നോക്കുക, അവിടെ എന്താ ഉള്ളതെന്ന് അറിയാലോ, അങ്ങനെ ടൂർ പോവുക. മറ്റൊന്ന് ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം അവിടെ ചെന്നിട്ട് കച്ചവടം എങ്ങനെ കരുപിടിപ്പിക്കുക എന്നുള്ളത് നോക്കുക. കച്ചവടം അവിടെ നടക്കുമോ, നമ്മളെ ബിസിനസ് അവിടെ നടക്കുമോ ഇല്ലേ എന്നുള്ളത് നോക്കുക. മൂന്നാമത്തത് എന്നെപ്പോലത്തെ ആളുകളെ കേന്ദ്രീകരിച്ചാണ് അമീറന്മാർ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹാഫിളീങ്ങളോലെ ഖിറാഅത്തിൻ്റെ മാധുര്യം, അവരുടെ അമീറന്മാരോടെ ലീഡർഷിപ്പ്, ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഴപ്പമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പോവുക. നാലാമത്തതാണ് ഏറ്റവും പ്രധാനം, ഖാലിസ്വല്ലി വജ്ഹില്ലാ, റബ്ബിൻ്റെ പൊരുത്തം മാത്രം തേടിയിട്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് ഹറമിലേക്ക് നീങ്ങുക. അങ്ങനെയുള്ള നീക്കത്തിനാണ് മുത്തുനബി പഠിപ്പിച്ചത്. കഫാറത്തുന്നത് പാപങ്ങളെ പൊറുപ്പിച്ച് കളയുന്നതാണ്, പാപങ്ങളെ കരിച്ചു കളയുന്നതാണ്. അത്തരുണത്തിലുള്ള യാത്രയായി നമ്മുടെ യാത്ര മാറണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ബാക്കിയുള്ളതൊക്കെ മാറ്റി വെക്കുക. ദുനിയാവിൽ ഇനി എന്തുണ്ടെങ്കിലും അതിനൊരു പരിധിയുണ്ട്. ദുനിയാവിൽ MA യൂസുഫ് അലി സാർക്കൊരു മാസത്തിൽ 48,000 കോടി ടേൺ ഓവർ ഉണ്ടെന്ന്. 48,000 കോടിയല്ല കേട്ടോ, 48,000 കോടി രൂപ. ഒറ്റ നമ്മളെ വാക്കിൽ പറഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ അടുക്കി വെച്ചാൽ ആ പൈസ തീരൂല, അത്രയും കാശ് ഉണ്ടെന്നാണ്. എന്നാൽ MA യൂസുഫ് അലിക്കും ഒരു നേരം ഒരു 500 ഗ്രാമിന് താഴെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ 48,000 കോടി ടേൺ ഓവറുള്ള ആളല്ലേ എന്ന് എഴുതിയിട്ട് ഒരു നേരം 2 കിലോ തിന്നാൻ പറ്റൂല, അത് പറ്റില്ല. ഞാൻ ഇത്രയും ആസ്തിയുള്ള ആളല്ലേ എന്ന് എഴുതിയിട്ട് ഒരു നേരം ഒരു 10 കൂട്ടം വസ്ത്രം ധരിച്ച് നടക്കാൻ പറ്റൂല. എനിക്കൊരുപാട് വാഹനങ്ങളില്ലേ എന്ന് എഴുതിയിട്ട് ഒരു സമയം ഒരു സീറ്റിൽ ഒരു നേരത്ത് അങ്ങനെ പറ്റൂ. ഒരു ബെഡിൽ കിടന്നുറങ്ങാനേ പറ്റൂ. ദുനിയാവിലുള്ള ഏത് വിഷയങ്ങൾക്കും റബ്ബ് ഒരു പരിധി വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അങ്ങനെയാണ്. ഇനി പരിധിയില്ലാത്തൊരു ലോകം വരാനുണ്ട്. അതെവിടെയാണ്? അത് ആഖിറത്തിലാണ്. ദുനിയാവിൽ ഇനി 100 വർഷം ആയുസ്സുണ്ട് എങ്കിൽ തന്നെ 36,650 ദിവസമേ ഉള്ളൂ. ഒരാൾക്ക് 100 വയസ്സ് ആയുസ്സുണ്ട് എങ്കിൽ അരമണിക്കൂർ കൊണ്ട് എണ്ണി തീർക്കാവുന്ന ദിവസങ്ങളേ ഭൂമിയിലുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂമി വിട്ട് പോകേണ്ടി വരും. അങ്ങനെയാണ്. പക്ഷെ ആഖിറ അങ്ങനെയല്ലല്ലോ, അനന്തമായ കാലമാണ്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു സമ്പാദ്യമാവണം നമ്മുടെ ഈ യാത്ര. അങ്ങോട്ട് നേട്ടം വരുത്തുന്ന, അങ്ങോട്ടുള്ള ഒരു സമ്പാദ്യം ഒരുക്കുന്ന വിധത്തിൽ ഈ യാത്ര മാറണം. അല്ലാഹു തആല അങ്ങനെ ആക്കിത്തരട്ടെ. പോരായ്മകൾ എന്തുണ്ടെങ്കിലും അല്ലാഹു തആല അതൊക്കെ അഫ്വ് ചെയ്ത് നമ്മിൽ നിന്ന് അല്ലാഹു കബൂലാക്കട്ടെ. ആദ്യമായി യാത്ര ചെയ്യുന്നവരുണ്ടാകും, രണ്ടാമത് പോകുന്നവരുണ്ടാകും, മറ്റേ 2-3 തവണയൊക്കെ പോയവരുണ്ടാകും, പലതവണ പോയവരുണ്ടെങ്കിൽ അർഹമുർ-റാഹിമായ റബ്ബേ, ഹറമിനോടുള്ള ഇമ്പം തീരാത്തതിൻ്റെ പേരിൽ, കണ്ട് കൊതി തീരാത്തതിൻ്റെ പേരിൽ വീണ്ടും ഞങ്ങൾ നിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ ചാരത്തേക്ക് ഒരുങ്ങുകയാണ്. ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ പരിശുദ്ധ കഅബാലയം ഒരു നോക്ക് കാണാൻ വേണ്ടി, മുത്തായതങ്ങളുടെ ചാരത്തെത്താൻ വേണ്ടി കാലങ്ങളായി ആശിച്ച് പരിശുദ്ധ ഹറമിലേക്ക് നീങ്ങുകയാണ് ഞങ്ങൾ. അള്ളാഹുവേ, ഞങ്ങളുടെ യാത്ര എല്ലാവിധത്തിലും ഖബൂലിയത്തുള്ള യാത്രയാക്കണേ അല്ലാഹ്. ഇനി ഉംറയുടെ രൂപം പറയുന്നതിൻ്റെ മുമ്പ് 1-2 പ്രധാനപ്പെട്ട വിഷയം. യാത്രയാണല്ലോ, സ്വാഭാവികമായും അസ്സഫറു ഖിത്അത്തുൻ മിനൽ അദാബ്, യാത്ര തന്നെ അദാബിൻ്റെ ഒരു ഭാഗമാണെന്ന് സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ ഹദീസിൽ കാണാം, യാത്ര തന്നെ ഒരു അദാബിൻ്റെ ഭാഗമാണ്. പ്രയാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. കാരണം നമ്മളെ പെരയിൽ ഉത്തിരിക്കണ മാതിരിയല്ലല്ലോ വിമാനം കയറി പോവുക എന്നുള്ളതും മണിക്കൂറുകൾ ഫ്ലൈറ്റിൽ ഇരിക്കുക എന്നുള്ളതും, അതിനുവേണ്ടി നേരത്തെ മണിക്കൂറുകൾ മുമ്പ് യാത്ര ചെയ്യുക, അതിനൊക്കെ അതിൻ്റേതായ പ്രതിസന്ധികളുണ്ടാവും. നിർബന്ധമാണ്, ഒരു നിലക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. ശരിക്കിന് ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞാൽ തന്നെ
വായ കൊണ്ട് ചൊല്ലൽ നിർബന്ധമുള്ള ഒരു അമലും ഹജ്ജിലും ഉംറയിലും ഇല്ല. ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണേ. തൊള്ളോണ്ട് ചൊല്ലൽ നിർബന്ധമുള്ള ഒരു അമലും ഹജ്ജിലും ഉംറയിലും ഇല്ല. നിസ്കാരത്തിൽ തൊള്ളോണ്ട് ചൊല്ലൽ നിർബന്ധമുള്ള ഒരുപാട് സംഗതിയുണ്ട്. തക്ബീറത്ത് തഹറും തൊട്ട് ഫാത്തിഹ തൊട്ട് അവസാനത്തെ അത്തഹിയാത്ത്, ഒന്നാം സലാം വീട്ടിൽ, ഇതൊക്കെ തൊള്ളോണ്ട് ചെയ്യേണ്ട സംഗതികളാണ്. എന്നാൽ ഹജ്ജ് ഉംറയിൽ വായ കൊണ്ട് ചൊല്ലൽ നിർബന്ധമുള്ള ഒരു ദിക്റും ഇല്ല എന്നതാണ്. ഇത് ഞാൻ ഉംറയിൽ എന്ന് മാത്രമല്ല കേട്ടോ പറഞ്ഞ്, ഹജ്ജിലും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താണ് ഹജ്ജ് ഉംറ? ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി നല്ല ക്ഷമയുള്ളവനായി മാറുക എന്നുള്ളതാണ്. നമ്മളെ നാട്ടിൽ, നമ്മളെ പെരയിലൊരു പരിപാടി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. ഒരു 200 ആൾ അല്ലെങ്കിൽ ഒരു 500 ആൾ വന്നാൽ 500 ആൾക്കും ചിലപ്പം ഒരേ സമയം ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം നമ്മളെ പെരയിലുണ്ടാവുമോ? ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിൻ്റേതായ ചില താമസങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ മുതിർന്നവരിരിക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ ഉമ്മമാരിരുത്തും, അത് കഴിഞ്ഞാൽ കുട്ടികളിരുത്തും, ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചിലപ്പോൾ പുരക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കുക. പുരക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, കറിയൊന്നുമില്ല. അത് പുരക്കാർ അങ്ങനെ തന്നെയല്ലേ, സ്വാഭാവികമാണ് അല്ലേ. എന്നാൽ ഇത് അങ്ങനെയല്ല. 500 അല്ല, 50,000 അല്ല, 5 ലക്ഷം അല്ല, അതിൻ്റെ അപ്പുറമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആളുകൾ ഹറമിലേക്ക് തിങ്ങി നിറയാണ്, പരിധിയില്ലാത്ത വിധത്തിൽ. അപ്പോൾ സ്വാഭാവികമായും ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന ഒരിടമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പരിമിതികൾ ഉണ്ടാകും. അതിന് എത്ര സൗകര്യം ഉണ്ടെങ്കിലും അതിൻ്റേതായ പരിമിതികളുണ്ടാകും. നമ്മളിപ്പോൾ ഒരു മീഖാത്തിൽ ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പം ബാത്റൂമിൻ്റെ അടുത്തൊരു 19 ആളുകളൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടാവും. പടച്ചോനെ, എനിക്കാണെങ്കിൽ മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് വയ്യല്ലോ റബ്ബേ അങ്ങോട്ട്. നമ്മൾ ക്ഷമിച്ചേ മതിയാവും. അവിടെ ഇപ്പം നമ്മൾ നാട്ടിൽ ചിലപ്പം വലിയ ഹോജരാജാവ് വഹിക്കാരും, അവിടെ എത്തിയ എല്ലാവരും കണക്കാണ്. അവിടെ രാജാവെന്നോ അധികാരിയെന്നോ സമ്പന്നനെന്നോ പ്രമാണിയെന്നോ എല്ലാവരും തുല്യമാണ്. എല്ലാവരും എത്ര വലിയ അഭിമാനിയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നല്ല തലപ്പാവ് തിരിച്ച് വാച്ച് കെട്ടി മോതിരമിട്ട് കയ്യിൽ നല്ല ഫോണൊക്കെ എടുത്തിട്ടാണ് വന്ന്. എന്നാൽ ഞാനങ്ങനെ കുപ്പായ അയച്ചിട്ടും നടക്കൂലേ എന്ന് പറയാൻ പറ്റില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡോക്ടറാണെങ്കിലും രാജ്യം കണ്ട ഏറ്റവും വലിയ അധികാരിയാണെങ്കിലും ഒരു തുണിയും ഒരു ഷാളും എടുത്ത് എല്ലാ ദുരഭിമാനങ്ങളും മാറ്റിവെച്ച് ഒരേ വേഷത്തിൽ റബ്ബിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമയാണ് ഹജ്ജ് ഉംറയുടെ കാതൽ എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുക്കേണ്ട തീരുമാനം, എൻ്റെ നാവ് കാരണം, എൻ്റെ സമീപനം കാരണം, എൻ്റെ പെരുമാറ്റം കാരണം മറ്റൊരു ഹാജിയുടെ മനസ്സ് വേദനിക്കുന്നൊരു സാഹചര്യം ഞാൻ വരുത്തൂല എന്ന് നമ്മൾ തീരുമാനിക്കണം. എൻ്റെ അമലുകൾ മറ്റൊരാൾക്ക് വീതിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഞാൻ എന്തായാലും ഉണ്ടാക്കൂല എന്ന് ഉറപ്പിക്കണം. എന്നിട്ട് വേണം ഹറമിലേക്ക് നീങ്ങാൻ. ഹറമിന് ഭയങ്കര പ്രതിഫലമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 55 വർഷക്കാലം നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും. മസ്ജിദുൽ ഹറാമിൽ കയറിയിട്ട് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ഭയങ്കര കൂലിയാണ്. 1 ലക്ഷം ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്നുള്ളതിൽ ഒരാൾക്കും സംശയമല്ല. ഹറമിന് തന്നെ ആ മഹത്വമാണ്. പിന്നെ മസ്ജിദുൽ ഹറാമിന് പറയേണ്ടതില്ലല്ലോ. ഹറം എന്ന് പറഞ്ഞാൽ ഒരു ലോകമാണ്, ഒരു സ്ഥലമാണ്, വിശാലമായ സ്ഥലം. അതിൻ്റെ ഉള്ളിൽപ്പെട്ടതാണ് മസ്ജിദുൽ ഹറാമും പരിസരമൊക്കെ. ഹറമിൽ വെച്ച് തന്നെ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1 ലക്ഷം സുബ്ഹാനല്ലാഹ് ചൊല്ലിയ പ്രതിഫലം കിട്ടും. ശ്രേഷ്ഠതയാണ്. എന്നാൽ ശ്രേഷ്ഠതയുടെ മഹത്വം നമ്മൾ ഒരുപാട് കേട്ടതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിളുൽമിൻ നുസിഖുഹു മിൻ അസാബിൻ അലീം. ആരെങ്കിലും പരിശുദ്ധ ഹറമിൽ വെച്ചൊരു തെറ്റ് ചെയ്താൽ എന്നല്ല പറഞ്ഞത്, ഒരു തെറ്റ് ചിന്തിച്ചാൽ, ഒരു തെറ്റ് ഉദ്ദേശിച്ചാൽ അവനെ നമ്മൾ വെറുതെ വിടൂല. നുസിഖുഹു മിൻ അസാബിൻ അലീം, അതികഠിനമായ വേദന അവന് നമ്മൾ രുചിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഹറമിൽ വെച്ച് എൻ്റെ വാക്ക്, എൻ്റെ സമീപനം മറ്റൊരു ഹാജിയെ, എല്ലാവരും ഹജ്ജിന് വേണ്ടി വന്നവരാണ്, അള്ളാഹുവിൻ്റെ അതിഥികളായി അവിടെ എത്തിയവരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് ഖിദ്മ ചെയ്യുന്നവരാണ്. അവിടെ നമ്മുടെ സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് മറ്റൊരാളുടെ ഖൽബ് വേദനിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അതേറ്റവും പ്രധാനമാണ്. അപ്പം നല്ല ക്ഷമ വേണം. ആ ക്ഷമ തന്നെയാണ് ഹജ്ജ് ഉംറയുടെ ഏറ്റവും കാതലായ വശം. നിങ്ങൾ നോക്ക്, 40 ദിവസം ഹജ്ജിന് പോയിട്ട്
ഒരു വസ്തു തൊള്ളോണ്ട് ചൊല്ലൽ നിർബന്ധമല്ല, ഒരു വസ്തു ആയതുകൊണ്ട് ചൊല്ലൽ നിർബന്ധമല്ല. ഇനി 15 ദിവസം ഉംറക്ക് പോയിട്ട് തൊള്ളോണ്ട് ചൊല്ലൽ നിർബന്ധമുള്ള ഒരു ദിക്ർ പോലുമില്ല. പിന്നെ എന്താ ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞാൽ? അവിടെ പോയിട്ട് ഒന്നും ചൊല്ലില്ല, ചൊല്ലാനും പറയാനൊന്നുമില്ല. അവിടെ പോയിട്ട് ചൊല്ലാനും പറയാനൊന്നുമില്ല. ഹാജർ ഉമ്മ നടന്നതുപോലെ നടക്കുക, പ്രവാചകന്മാർ തവാഫ് ചെയ്തതുപോലെ തവാഫ് ചെയ്യുക, ഇതന്നെ. ഈ നടത്തം ഇങ്ങനെ വെറുതെ നടന്ന നടത്തം ഇങ്ങനെ. പക്ഷെ ആ നടത്തം നടക്കാനും ആ ചെയ്യാനും അതിന് നല്ല ക്ഷമ വേണം. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ പശ്ചാത്തലങ്ങൾ ഇവിടെയൊക്കെ ശരിക്കും പിടിച്ചു കുലുക്കും. മദീന മുനവ്വറയിൽ എത്തിക്കഴിഞ്ഞാൽ കിതാബുകളിൽ കാണാം മദീന ഒന്ന് പിടിച്ചു കുലുക്കുന്ന ഒരു മനുഷ്യനെ. അതാ യാത്രയുടെ കബൂലിയത്തിൻ്റെ അടയാളമാണെന്ന്. മദീനയിലെത്തിയിട്ട് ഒരാൾക്ക് ഒരു പ്രശ്നമല്ല, ഒരു വിഷമമല്ല, ഒരു പ്രയാസമല്ല. അയാൾ ഒന്ന് ചിന്തിക്കണം, പടച്ചോൻ എൻ്റെ യാത്രയ്ക്ക് എവിടെ ഒരു പോരായ്മ ഉണ്ട്. കാരണം ഇവിടെ വന്നിട്ട് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ. മദീനയിൽ വന്നാൽ മദീന ഒന്ന് പിടിച്ചു കുലുക്കുന്ന. കാരണം എങ്ങനെ പിടിച്ചു കുലുക്കാതിരിക്കുക? ലോകത്തിൻ്റെ നേതാവ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ പ്രിയപ്പെട്ട അനുയായികൾ, അവർ ത്യാഗം സഹിച്ച് അവർ കടന്നിറങ്ങുന്ന മണ്ണല്ലേ. ആ മണ്ണിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർമ്മ വരണ്ടേ? നമ്മുടെ മനസ്സൊന്ന് മദീനയെ പഴയ കാലത്തേക്ക് തിരികെ പോണ്ടേ? അപ്പോൾ ചെറിയൊരു പിടിച്ചു കുലുക്കൽ ഉണ്ടാവുമെന്ന് കിതാബുകളിൽ ഇമാമിങ്ങൾ എഴുതി വെച്ചതായി കാണാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എൻ്റെ കൂടെ വരുന്ന ഹജ്ജുമ്മമാരോട്, ഹാജിമാരോട് ഉണർത്തുന്നത് നല്ല ക്ഷമ വേണം. അതിന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ച് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ മുമ്പ് വിചാരിക്കണം, ഞാൻ പോയി വരുന്നത് വരെ ഒരിക്കലും എൻ്റെ വാക്ക്, എൻ്റെ സമീപനം വേറെ ആളെ മനസ്സ് വേദനിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഇറങ്ങുക. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്കൊരു മദദ് ഉണ്ടാവും, ഒരു സഹായം ഉണ്ടാവും, യാത്ര കബൂലുള്ളതാവുകയും ചെയ്യും. ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പൊട്ടാതെ, ഇടറാതെ, പതറാതെ, നല്ല റാഹത്തോടുകൂടെ അഅമാലുകൾ ചെയ്ത് മടങ്ങി വരാൻ നമുക്ക് കഴിയും. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് വർഷമായി ഹറമിലേക്ക് പോകാൻ സാധുവായ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ട്രാവൽസുകളുടെ കീഴിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് ട്രാവൽസുകൾക്ക് കീഴിൽ യാത്ര. ഇപ്പോൾ ഒരു 1.5 വർഷമായി എയർ ഗേറ്റ് ട്രാവൽസിൻ്റെ കീഴിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരാണ്, നല്ല സർവീസുമാണ്. കഴിഞ്ഞ യാത്രകൾ അപേക്ഷിച്ച് ഇവരിൽ ഒരു റാഹത്ത് തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ ഇവരെ കൂട്ടത്തിൽ മാത്രമേ പോവാറുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ശരിക്കും പ്രോപ്പർ വയനാട്ടിലാണോ? വയനാട്ടിൽ നിന്ന് തന്നെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയത് എന്ന് ചിന്തിച്ചതിൻ്റെ ഒരു കാരണം കൂടെ ഞാൻ പറഞ്ഞത്. സർവീസൊന്നും അൽഹംദുലില്ലാ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് മോശം വന്നിട്ടില്ല, മോശം വരാറുമില്ല, എല്ലാം റാഹത്താണ്. ഇനി എത്ര റാഹത്താണെന്ന് പറഞ്ഞാലും യാത്രയുടേതായ പരിമിതികളുണ്ടാകും. അത് ഉൾക്കൊള്ളാൻ നമ്മൾ കഴിയാന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു 500 ആൾ നമ്മളെ വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടാവും. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന മണ്ണാണ്. താമസിക്കുന്ന ഹോട്ടലിൽ ഏകദേശം 4000-5000 ആളുകളൊക്കെ ഉണ്ടാവും. 5000 ആളുകളുള്ളൊരു ഹോട്ടലിൽ ഒരല്പസമയം വെള്ളമില്ലാതാകുമ്പോഴേക്ക് നമ്മൾ ഒച്ചയും വിളിയിട്ടിട്ട് കാര്യമില്ല. വെള്ളമില്ലാതാകും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കേണ്ട. ഹോട്ടലിൽ വെള്ളം ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം നമുക്ക്. കാരണം അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സംഗതികളാണ്. കറണ്ട് പോയാൽ എന്താ കറണ്ട് വേണേ എന്ന് ചോദിച്ചാൽ കറണ്ട് നമ്മളെ കയ്യിലുള്ള കാര്യമല്ലല്ലോ, അത് നമ്മളെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. അവിടെ നമ്മളതിന് ഒച്ചയും വിളിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അതൊരു മിഷനറി സംവിധാനമാണ്. കറണ്ട് അതിൻ്റേതായ പരിമിതികളുണ്ടാവും. ബസ് ചിലപ്പം പറഞ്ഞ സമയം 7 മണിക്ക് ബസ് വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7 മണിക്ക് ബസ് 7 മണിക്ക് വരും എന്ന് പറഞ്ഞാണല്ലോ, സമയം എത്രയായി അങ്ങോട്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബസ്സിൻ്റെ ഡ്രൈവർ ഞാനല്ലല്ലോ. പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇടത്ത് പോലീസുകാരെപ്പോഴാണ് ബ്ലോക്ക് ഇടുക? വണ്ടി ചിലപ്പോൾ ഒരു വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ ആ വഴിക്ക് ബ്ലോക്കാണെങ്കിൽ പോലീസുകാരെ മടക്കി വിടും. ഇതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഈ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് അത് തിരിഞ്ഞു മറിഞ്ഞ് നമ്മൾ റൂമിൻ്റെ അടുത്തെത്തിയാൽ 7 മണി എന്ന് പറഞ്ഞാൽ ചിലപ്പം 7:30 മണിയൊക്കെ ആവും. അപ്പോൾ 7 മണി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരിക്കണല്ലോ 7:00 മണിയാവുന്നൊക്കെ. അപ്പോൾ നമുക്കൊരു 7:30 മണിക്കൊക്കെ ഇറങ്ങിയാൽ മതി. അത് വെക്കാൻ പറ്റൂല. 7 മണിക്ക് ബസ് പറഞ്ഞാൽ 7 മണിക്ക് നമ്മളവിടെ ഒരു 6:45 അവൈലബിൾ ആവുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നമ്മൾ 40 ആളുകൾ ഒരു യാത്രയിലുണ്ടെങ്കിൽ ഒരാൾ വന്നിട്ടില്ല എങ്കിൽ 1 മിനിറ്റ് താമസിച്ചാൽ 1 മിനിറ്റ് അല്ല നഷ്ടപ്പെടുന്നത്, 40 മിനിറ്റ് നഷ്ടപ്പെടും. കാരണം ബാക്കിയുള്ള 40 ആളുകളുണ്ടല്ലോ, അവരുടെ 1 മിനിറ്റ് കൂടെയാണ് നമ്മൾ കാരണം ഈ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കൃത്യത പാലിക്കുക, മറ്റുള്ളവർക്ക് പ്രയാസമില്ലാത്ത വിധത്തിൽ നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ റാഹത്തായ വിധത്തിൽ കാര്യങ്ങൾ നടക്കും. ഇനി ഉംറ എന്ത് എന്നുള്ളത് പറയാൻ പോവുകയാണ്. യാത്രയിൽ കൂടെ വരുന്ന ആളുകൾ ശരിക്കും ശ്രദ്ധിക്കണം. ഉംറ എന്ത് എന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ശരിക്കും കാണിച്ചു തന്ന് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പോവുകയാണ്. പിന്നെ ക്ലാസ് കേട്ടിട്ട് ഉംറക്ക് പോകുമല്ലേ, അതിൻ്റെ റാഹത്ത് വേറെ തന്നെയാണ്.
അതിൻ്റെ ഒരു പ്രശ്നം, ഒരു പരിമിതി ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇവിടെ 40 ആളാന്ന് വെച്ചോ, എയർപോർട്ടിലെത്തുമ്പോൾ 40 ഉള്ളത് 400 ആവും. ജിദ്ദ എയർപോർട്ടിലെത്തുമ്പോൾ 400 ഉള്ളത് ഏകദേശം 2000 കൂട്ടിക്കോളിങ്ങനെ. ജിദ്ദൻ്റെ പുറത്തിറങ്ങിയ 2000 ഉള്ളത് 4000 ആവും. മക്കയിലെത്തിക്കഴിഞ്ഞാൽ 4000 ഉള്ളത് 40,000 ആവും. പിന്നെ മക്കയിലെത്തി ഹോട്ടലൊക്കെ കഴിഞ്ഞ് മത്താഫിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 40,000 ഉള്ളത് 4 ലക്ഷം 5 ലക്ഷം ആവും. ഈ 5 ലക്ഷം ആളുകൾക്കിടയിൽ നിന്ന് നിങ്ങൾ ഇവിടെ നിന്നാണ് വിട്ടു. ഇവിടെ ഇപ്പോൾ ഒരു സ്വസ്ഥമായൊരു ഹാളായതുകൊണ്ടാണ് സ്പീക്കറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത്. മക്കയിലെത്തി കഴിഞ്ഞാൽ സ്പീക്കർ ഉപയോഗിക്കാൻ പറ്റില്ല. പറ്റുന്ന ഇടങ്ങളുണ്ട്, അപൂർവമാണ്. അവിടെ വെച്ച് ഞാനിങ്ങനെ വിശേഷങ്ങൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അപ്പുറത്ത് ഇങ്ങനെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു യാത്രാ സംഘം ഉണ്ടാവും, ഇപ്പുറത്ത് വേറെ യാത്രാ സംഘം ഉണ്ടാവും, അപ്പുറത്ത് പോലെ ഹാജ് ഹാജ് എന്നാണ് പോലീസുകാർ അവിടെ ഒച്ച ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ പറയുന്നൊന്നും എന്ത് ചെയ്യില്ല, ശരിക്ക് കേൾക്കാൻ കഴിയും. ഇപ്പം നമ്മൾ സ്വസ്ഥമായൊരിടത്താണ്, ഒരു ചിത്രം നമ്മളെ കയ്യിലുണ്ട് എങ്കിൽ പിന്നെ അവിടെ വെച്ച് നമ്മൾ പറയുമ്പോഴൊക്കെ നമുക്കൊരു റാഹത്തുണ്ടാവും, പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഉംറയുടെ രൂപം ഞങ്ങളുടെ മുന്നിൽ പറയാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാഹു തആല പറയാനിരിക്കും, മനസ്സിലാക്കാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇത് കാണുന്നുണ്ടോ? കാബം കാണുന്നുണ്ടോ അല്ലേ? കാബത്തിൻ്റെ രൂപമാണിത്. ഇതിലൊരു സംഗതി മാത്രമേ കുറവുള്ളൂ കേട്ടോ. ഇത് കാബത്തിൻ്റെ വാതിൽ. ഇവിടെ അങ്ങനെ ഒരു ഇത് കണ്ടില്ലേ, ഇത് വാതിൽ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഒരു ഹാഫ് ചുമരുണ്ട്. ആ ഹാഫ് ചുമര് ഇതിലില്ല. കാബത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് വരുന്നുണ്ട്? വാതിലുള്ള മൂല. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഹാഫ് ചുമരുണ്ട്, ഒരു റാം മോഡൽ അല്ലെങ്കിൽ സി മോഡൽ. അതിതിലില്ല. കറക്റ്റ് ഈ സമചതുരം ആണോ? സമചതുരമാണ്. പക്ഷേ ഒരു ഭാഗത്ത് എന്തുണ്ട്? ഒരു ഹാഫ് ചുമര്. ഹിജ്ർ ഇസ്മായിൽ എന്നാണ് അതിന് പറയുക. അതവിടെ ഉണ്ട്, അതിതിലില്ല. അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഇപ്പോൾ കാബം കണ്ടില്ലേ? ഇനി ഞാൻ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം, അതല്ലേ നല്ലത് അല്ലേ? ആദ്യം നമ്മൾ വിഷയം അതിൻ്റെ ആകത്തുക നമ്മളെ കയ്യിൽ വരട്ടെ. വന്നതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരികയും ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തആല പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ശരിയായ വിധത്തിൽ അമാലുകൾ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇത് നമ്മുടെ ആയുസ്സിലെ പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടിയുള്ള അവസാനത്തെ ഇരുത്തമാക്കി അല്ലാഹു മാറ്റാതിരിക്കട്ടെ. ധാരാളം തവണ റബ്ബിൻ്റെ ഇഷ്ടത്തിൽ പൊരുത്തത്തിലായി ഹറമൈനിയിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഉംറ വിശാലമായി പറയുകയാണെങ്കിൽ ദിവസങ്ങൾ ക്ലാസ് എടുക്കേണ്ട സംഭവമാണ് ഹജ്ജ് ഉംറ. കാരണം അതിന് മാത്രം പറയാനുണ്ട്. നമ്മളതൊന്നും ചെയ്യുന്നില്ല. ഞാനതിൻ്റെ ക്യാപ്സൂൾ മാത്രം വരുത്തരികയാണ്. അതിൻ്റെ ക്യാപ്സൂൾ മാത്രം നിങ്ങളുടെ കയ്യിൽ തരികയാണ്. അതേ വേണ്ടു. അതിൻ്റെ മർമ്മം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുത്ത് പരീക്ഷ കഴിഞ്ഞ് പാസ്സായിട്ടേ തിരിച്ചു പോകുന്നൊക്കെ പറയുമ്പോൾ പടച്ചോനെ ഇതെന്താവെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ചുരുക്കിയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നു. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, മനസ്സിലുണ്ടാവുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഉംറ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ക്രമമായി ചെയ്യലാണ്. ഉംറ എന്ന് പറഞ്ഞാൽ എത്ര കാര്യങ്ങൾ? 4 കാര്യങ്ങൾ ക്രമമായി ചെയ്യുന്നതിനാണ് ഉംറ എന്ന് പറയുക. അപ്പോൾ ഉംറ എന്ന് പറഞ്ഞാൽ എത്ര കാര്യം വെച്ചാൽ 5 കാര്യമാണ്. ആ 5ാമത്തെ കാര്യം എന്താ? ക്രമമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്രമമായി 4 കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തെന്ന് പറയും? ഉംറ എന്ന് പറയും. ഉംറ എന്ന് പറഞ്ഞാൽ എത്ര കാര്യങ്ങൾ ക്രമമായിട്ട് ചെയ്യലാണ്? 4 കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 1ാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നാട്ടിൽ വെച്ച് ചെയ്യും. അതായത് എയർപോർട്ടിൽ വെച്ച് നമ്മൾ ചെയ്യും. 1ാമത്തെ കാര്യം ഇഹ്റാം കെട്ടുക എന്നതാണ്. എന്താണ് 1ാമത്തെ കാര്യം? ഇങ്ങനെ ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കയറെടുത്തിട്ട് കെട്ടുക അല്ല, അങ്ങനെയല്ല. എന്തൊരു കെട്ടുന്ന വർത്താനമൊക്കെ പറഞ്ഞല്ലോ മൂപ്പര്, എന്തേനുന്നാവോ, എന്തുകൊണ്ടാണ് കെട്ടേണ്ടതെന്നാവോ? അല്ല. ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ ഇഹ്റാം കെട്ടുക എന്നാണ് ഹജ്ജ് ഉംറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തിൽ പറയുക. അതിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിയ്യത്ത് വെക്കുക. എന്ത് വെക്കുക? നിയ്യത്ത് വെക്കുന്നതിനാണ് ഇഹ്റാം കെട്ടുക എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ നിയ്യത്ത് വെക്കാൻ തന്നെയാണ് പറഞ്ഞാൽ പോരെ മൂല്യരെ, നിങ്ങൾ ആളെ സ്വീപ്പാക്കാൻ വേണ്ടി വേറൊരു വർത്താനം പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അതെന്തിനാ അങ്ങനെ പറയുന്നത് വെച്ചാൽ ഹജ്ജ് ഉംറക്കുള്ള നിയ്യത്ത് വെക്കലോടുകൂടെ പിന്നെ പല കാര്യങ്ങളും ഹറാമാണ്. അന്നേ വരെ ഹലാലായ പല വിഷയങ്ങളും ആ ഹജ്ജ് ഉംറ പൂർത്തിയാവുന്നതിന് ഹറാമാവും. അതുകൊണ്ടാണ് ഇഹ്റാം കെട്ടുക എന്നുള്ള പദപ്രയോഗം തന്നെ വന്നത്. കേൾക്കുന്നുണ്ടോ? നിയ്യത്താണ് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോവുകയാണെങ്കിൽ പിന്നെ അവർക്ക് ശാരീരിക ബന്ധം പറ്റില്ല. പുരുഷന്മാർക്ക് തുന്നിയ വസ്ത്രം ധരിക്കാൻ പറ്റില്ല. ഹജ്ജിനും ഉംറയ്ക്കും നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കമീസ് ധരിക്കാൻ പറ്റില്ല, തലപ്പാവ് ധരിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ പരിധിയുണ്ട്. ചെരുപ്പ് ഹവായി ചെരുപ്പേ പറ്റും, മടമ്പ് പറയുന്ന ചെരുപ്പ് പറ്റില്ല. പിന്നെ അത്തർ ഉപയോഗിക്കാൻ പറ്റില്ല, എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല, മുടി കൊഴിയാൻ പറ്റില്ല.
ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, അതുവരെ ഹലാലായിരുന്ന പല വിഷയങ്ങളും നമുക്ക് ഹറാമാവും. അതുകൊണ്ടാണ് ഇഹ്റാം കെട്ടുക എന്ന് തന്നെ പറയുന്നത്. പല കാര്യങ്ങളൊന്നും നിഷിദ്ധമായി മാറും. ഞാൻ അങ്ങനെ വിശദീകരിക്കല്ല. ഉംറ എന്ന് പറഞ്ഞാൽ എത്ര കാര്യമെന്നാണ് പറഞ്ഞത്? 4 കാര്യങ്ങൾ. അതെങ്ങനെ ചെയ്യണം? ക്രമമായി ചെയ്യണം. അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. നമ്മളൊരു കട്ടൻ ചായ വെക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചു, എന്നിട്ട് പാത്രം വെച്ചിട്ട് ചായപ്പൊടിയും പഞ്ചസാര ഇടും അല്ലേ? അല്ല, വെള്ളം ഒഴിക്കും. വെള്ളം തിളച്ചതിൻ്റെ ശേഷമല്ലേ നമ്മൾ പൊടിയും അപ്പോൾ അതിൻ്റെ ഓർഡർ അങ്ങനെയാണ്. അന്നമാതിരി ഇതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ച് തന്നെ പോകണം. എന്നാൽ ആദ്യം തന്നെ പോയിട്ട് ബാർബർ ഷാപ്പ് കണ്ടപ്പോൾ മുടിയെട്ടിയിട്ട് പറ്റില്ല. മുടിയെട്ടൽ അവസാനമാണ്. അപ്പോൾ അത് അവസാനം തന്നെ ചെയ്യണം. അപ്പോൾ ആ ഓർഡർ 4 കാര്യങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്യുക എന്നതാണ് ഉംറ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തത് ഇഹ്റാം കെട്ടുക. ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ ഉംറയുടെ നിയ്യത്ത് വെക്കുക, ഹജ്ജിൻ്റെ നിയ്യത്ത് വെക്കുക. ഇതാണ് ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ. ഞാൻ പറയും തിരിയുന്നുണ്ടല്ലോ? ഉണ്ട്. എവിടെ വെച്ചാണ് നമ്മൾ ഇഹ്റാം കെട്ടുക? എയർപോർട്ടിൽ വെച്ച് ഇഹ്റാം കെട്ടും. പക്ഷേ എയർപോർട്ടിൽ വെച്ച് ഇഹ്റാം കെട്ടണമെങ്കിൽ അതിൻ്റെ പണി പുരയിന്ന് തുടങ്ങണം. നമ്മളെ പുരയിന്ന് തുടങ്ങണം. അതെന്താണ് നമ്മളെ പുരയിന്ന് എടുക്കേണ്ട പണി? ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് കുളിച്ചിട്ട് വേണം എവിടെ നിന്ന് ഇറങ്ങാൻ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. കേൾക്കുന്നുണ്ടോ? ആ സുന്നത്തായ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് കുളിക്കുമ്പോൾ അതൊരു നോർമൽ കുളിയായാൽ പോരാ. അതിൽ നഖം വെട്ടേണ്ടത് വെട്ടണം, ശരീരത്തിൽ നിന്ന് നീക്കേണ്ട മുടികളെല്ലാം നീക്കണം. ഒരു വൃത്തിയായ കുളി, ഒരു സമ്പൂർണമായ കുളി. ആ കുളിച്ചിട്ട് വേണം എയർപോർട്ടിലേക്ക് വരാൻ. അതിൻ്റെ നിയ്യത്താണ് ഞാൻ പറഞ്ഞത്. ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് എങ്ങോട്ട് വരിക? എയർപോർട്ടിലേക്ക് വരിക. എയർപോർട്ടിൽ നിന്ന് കുളിക്കാൻ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് എവിടുന്ന് കുളിക്കുന്നത്? വീട്ടിൽ നിന്ന് കുളിക്കുന്നത്. തിരിഞ്ഞോ? ആ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് നിയ്യത്ത് ഞാൻ പറഞ്ഞിട്ടോ, ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചു, വീട്ടിൽ നിന്ന് കുളിച്ചു. ഈ വേഷത്തിൽ തന്നെ വന്നാൽ മതി. എന്നിട്ട് നമ്മൾ മാറ്റും. ഈ വേഷമൊക്കെ പുരുഷന്മാർ മാറ്റും. എവിടെ വെച്ച് മാറ്റും? എയർപോർട്ടിൽ വെച്ച് മാറ്റും. അപ്പോൾ ഒരുക്കം എവിടെ നിന്ന് തുടങ്ങണം? വീട്ടിൽ നിന്ന് തുടങ്ങണം. ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് കുളിച്ചു. എന്നിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോന്നു. എയർപോർട്ടിലെത്തി യാത്രയുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് എയർപോർട്ടിൽ വെച്ച് നമ്മൾ ഇഹ്റാം ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, ഇഹ്റാം ചെയ്തു, ഒക്കെ കഴിഞ്ഞു. വിമാനം പുറപ്പെടുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വിളിച്ചു. നമ്മൾ സീറ്റിലിരുന്നു. വിമാനം അങ്ങനെ പൊന്തി അതാ പോണ്, പറന്ന് ജിദ്ദയിലെത്തി. ജിദ്ദയിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു. കമ്പനി ബസ് വന്നു. ബസ്സിൽ കയറി മക്കയിലെത്തി നമ്മൾ നിശ്ചിത ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലെത്തി നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ വെച്ച് നമ്മൾ റൂമിൽ നിന്ന് തന്നെ വുളു എടുത്ത് റെഡിയാവും. റൂമിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? വുളു എടുത്ത് റെഡിയാവും. റെഡിയായി തയ്യാറായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഏറ്റവും പ്രധാനം. എന്തിനാണ് നമ്മൾ പോകുന്നത്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ കഅബാലയം ഒരു നോക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. ലോകത്ത് വന്ന എല്ലാ അംബിയാ മുർസലീങ്ങളും വന്ന് കണ്ണും കൽവും നാഥനായ റബ്ബിലേക്ക് തിരിച്ച ഇടം, ലോകത്തുള്ള എല്ലാ മഹാന്മാരും ആശിച്ച മണ്ണ്, ലോകത്തുള്ള കോടാനക്കോടി മുഅ്മിനീങ്ങൾ ഈ ഗേഹത്തിലേക്ക് തിരിഞ്ഞു നിന്നാണ് നിസ്കരിക്കുന്നത്. ഇങ്ങോട്ടാണ് സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ മുന്നിടുന്നത്. ആ മുന്നിട്ടുകൊണ്ടിരിക്കുന്ന ഭവനത്തിന് മുന്നിൽ സാധുക്കളായ നമ്മളും എത്താൻ പോവാൻ. അഷ്റഫുൽ ഖൽഖായ തങ്ങൾ പറഞ്ഞില്ലേ, ആദ്യമായി കഅബാലയം കാണുന്ന അവസരത്തിൽ ഒരാൾ എന്താണോ റബ്ബിനോട് ചോദിച്ചത്, ആ ചോദിച്ചത് നൽകപ്പെടുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കർമ്മം പരിശുദ്ധ കഅബാലയം ത്വവാഫ് ചെയ്യലാണ്. രണ്ടാമത്തെ കർമ്മം ഏതാണ്? ത്വവാഫ് ചെയ്യുക. 7 പ്രാവശ്യം വുളൂഓടുകൂടെ കഅബാലയം ചുറ്റുന്നതിനാണ് ത്വവാഫ് എന്ന് പറയുക. മൂന്നാമത്തതോ, ത്വവാഫ് കഴിഞ്ഞാൽ ത്വവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. കൂട്ടമായും ഒറ്റയായും ദുആ ചെയ്യും. ദുആ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ കർമ്മത്തിലേക്ക് നീങ്ങും. അതായത് സ്വഫാ മർവ പർവ്വതത്തിനിടയിൽ നടക്കുക, സഈ ചെയ്യുക എന്നാണ് ഒറ്റവാക്കിൽ പറയുക. മൂന്നാമത്തത് സഈ. നാലാമത്തത് മുടിമുറിക്കുക. ഈ 4 കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉംറ കഴിഞ്ഞു. ഇത്ര സിമ്പിളാണ്. കോഴിക്കോട്ട് നിന്ന് നിയ്യത്ത് വെക്കും, മക്കത്തെത്തി ലഗേജൊക്കെ വെച്ച് നമ്മൾ കഅബത്തിൻ്റെ അടുത്തു 7 പ്രാവശ്യം കഅബാലയം ചുറ്റും. അത് കഴിഞ്ഞാൽ ത്വവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കും, ദ്വാരക്കും. കൂട്ടമായിട്ട് ദ്വാരക്കാൻ വേണ്ടി കൂട്ടമായിട്ട് ദ്വാരക്കും. നേരെ സൊഫാ മർവ പർവ്വതത്തിൻ്റെ ഇടയിൽ പോകും. സൊഫാ മർവ പർവ്വതം എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ പോലെ തന്നെ നീളത്തിലൊരു ഹാളാണ്. ഇവിടുന്ന് സൊഫയിൽ നിന്ന് തുടങ്ങും, മർവയിലേക്ക് എത്തിയാൽ 1ആയി, തിരിച്ച് സൊഫയിലെത്തിയ 2ആയി.
അങ്ങനെ സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ അവസാനിക്കും. അങ്ങനെ 7 തവണ നടക്കുന്നതിനാണ് എന്തെന്ന് പറയുക, സഈ എന്ന് പറയുക. ആ 7 തവണ നടത്താൻ കഴിഞ്ഞാൽ മുടി മുറിക്കുക, ഉംറ കഴിഞ്ഞു. 4-മത്തത് മുടി മുറിക്കലാണ്. മുടി മുറിക്കുക അല്ലെങ്കിൽ കളയുക, അത് ആണുങ്ങൾക്കുള്ള കേട്ടോ, കളയൽ. പെണ്ണുങ്ങൾക്ക് മുടി മൊട്ടടിക്കുക എന്നുള്ള സംഭവമല്ല. അപ്പോൾ ആ മുടി മുറിക്കൽ സമയവും സാഹചര്യവും അനുകൂലമാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ചെയ്യും, മറവയിൽ വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് വെച്ച് ചെയ്യും. അതല്ല വെച്ചെങ്കിൽ റൂമിൽ പോയിട്ട് വേഗം ചെന്ന് ചെയ്യുന്ന പരിപാടി മുടി മുറിക്കലാണ്. ഉമ്മമാരൊക്കെ ആ തട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ മുടിയൊന്നും ഇങ്ങനെ എടുത്ത് അതിൻ്റെ തുമ്പെടുത്തിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ആണുങ്ങളും തന്നെ തലേന്ന് ഏതെങ്കിലും ഒരു മുടി മുറിച്ചാൽ തന്നെ തഹല്ലുലാവും. ഈ 4 കാര്യങ്ങളാണ് ശരിക്കും ഉംറ എന്ന് പറഞ്ഞത്. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. ഉംറ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ക്രമമായി ചെയ്യലാണ്. 4 കാര്യങ്ങൾ ക്രമമായി. ഒന്നാമത്തേത് ഇഹ്റാം കെട്ടുക, അതായത് നിയ്യത്ത് വെക്കുക. രണ്ടാമത്തത് തവാഫ് ചെയ്യുക, അതായത് വുളുഓടുകൂടെ പരിശുദ്ധ കഅബാലയം 7 പ്രാവശ്യം ചുറ്റുക. മൂന്നാമത്തത് സഈ ചെയ്യുക, സഫാ മർവ പർവ്വതത്തിനിടയിൽ 7 പ്രാവശ്യം നടക്കുക. നാലാമത്തത് മുടി മുറിക്കുക. ഇതോടുകൂടെ എന്ത് കഴിഞ്ഞു? ഉംറ കഴിഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത ശൈലിയൊന്നുമില്ലല്ലോ. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉംറ എന്ന് പറഞ്ഞാൽ 10 കാര്യങ്ങളാണല്ലേ? 4 കാര്യങ്ങൾ. ഒന്നാമത്തത് തവാഫ് ചെയ്യൽ, നിയ്യത്ത്. മൂന്നാമത്തത് മുടി മുറിക്കൽ. നാലാമത്തത് മുടി മുറിക്കൽ. മൂന്നാമത്തത് എന്തേനു? സഈ. ഒന്നാമത്തെ എന്തേനു? ഇഹ്റാം കെട്ടിൽ നമ്മൾ പെരീന്നല്ലേ കെട്ടുക? പെരീന്ന് എന്തോ ഒരു സംഗതി ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. കുളിക്കുമ്പോൾ എന്താ നിയ്യത്ത് വെക്കണം എന്ന് പറഞ്ഞേന്? മാഷാ അല്ലാഹ്. അത് നമ്മൾ എയർപോർട്ടിൽ നിസ്കരിക്കും. വീട്ടിൽ നിസ്കരിക്കണം. എയർപോർട്ടിലെത്തിയതിൻ്റെ ശേഷം നിസ്കരിക്കാം. ഞാൻ വീട്ടിൽ നിന്ന് നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ച് ഇറങ്ങിയെന്ന് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളിച്ചു, പെരീന്ന് തന്നെ ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. നിസ്കരിച്ചിട്ടാണ് വന്നാൽ മതി. നിയ്യത്ത് നമ്മൾ എവിടെ നിന്ന് വെക്കാം? എയർപോർട്ടിൽ നിന്ന് വെക്കാം. മറ്റേത് നിയ്യത്താണ് വെക്കലോടുകൂടെ പിന്നെ മുടി പുറത്ത് കാണാൻ പറ്റില്ല. കാല് പുറത്ത് കാണാൻ പറ്റില്ല. ഉമ്മമാർക്ക് സോക്സ് ധരിക്കുന്ന നിർബന്ധമാണ്. മുഖവും മുൻകൈയും അല്ലാത്ത എല്ലാ ഭാഗങ്ങളും പറയണം. അപ്പോൾ പെരീന്നെ നിയ്യത്താണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ശ്രദ്ധ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നല്ലത് എല്ലാവരും ഒരുമിച്ച് നിന്ന് നിയ്യത്തിൻ്റെ രൂപമൊക്കെ പറഞ്ഞു തന്ന് നിയ്യത്ത് വെച്ച് ഒന്ന് തയ്യാറക്കുമ്പോൾ അതിന് റാഹത്തുണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ബൗസ്. നിങ്ങൾക്ക് എല്ലാം തോന്നുന്നുണ്ടോ പടപ്പുകളെ? അതിൻ്റെ ബൗസ് അതാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഉംറ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ക്രമമായി ചെയ്യൽ അല്ലേ? ഒന്നാമത്തത് ഇഹ്റാം കെട്ടൽ, രണ്ടാമത്തത് തവാഫ്, മൂന്നാമത്തത് സഈ, നാലാമത്തത് മുടി മുറിക്കൽ. ഇതിങ്ങനെ ശരിക്കും മനസ്സിലാക്കണേ. ഇത് പറഞ്ഞാൽ കേട്ടൊരു ആവേശത്തിലാണ് പോകും. അവിടെ എത്തുമ്പോഴേക്കും മറന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കൺഫ്യൂഷനായി കഴിഞ്ഞാൽ പിന്നെ ആകെ വസ്വാസാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ 4 കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ മൂല്യം അടുത്ത് പറഞ്ഞുകൂടെയൊന്നും ഇല്ല. അതൊന്ന് തറയാകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഉംറ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ക്രമമായി ചെയ്യലാണ്. ഒന്നാമത്തത് ഇഹ്റാം കെട്ടൽ, രണ്ടാമത്തത് തവാഫ്, മൂന്നാമത്തത് സഈ, നാലാമത്തത് മുടി മുറിക്കൽ. ഇതാണ് കഅബ. ഒന്നാമത്തെ സംഗതി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിയ്യത്ത് വെക്കലോടുകൂടെ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഹറാമാണ്. നിയ്യത്ത് വെക്കലോട് ഒരുപാട് കാര്യങ്ങൾ ഹറാമാണ്. എണ്ണ ഉപയോഗിക്കാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, ഉമ്മമാരുടെ മുടി പുറത്തേക്ക് കാണാൻ പാടില്ല, മുഖവും മുൻകൈയുമല്ലാത്ത എല്ലാ ഭാഗങ്ങളും മറഞ്ഞിരിക്കണം, പുരുഷന് തുന്നിയ വസ്ത്രം ധരിക്കാൻ പറ്റില്ല, തല മറക്കാൻ പറ്റില്ല, മടമ്പ് മറയുന്ന ചെരുപ്പ് ധരിക്കാൻ പറ്റില്ല, അടിവസ്ത്രം ധരിക്കാൻ പറ്റില്ല, നഖം മുടി ഇതുപോലത്തൊന്നും പുരുഷനും നീങ്ങാൻ പാടില്ല. പുരുഷൻ്റെ മുടി കാണാം, തല മറക്കരുത് കാണുള്ളൂ, പക്ഷെ മുടി കൊയ്യാൻ പാടില്ല. ഇതൊക്കെ ഇഹ്റാം ചെയ്യലോടുകൂടെ. നിക്കാഹ് പറ്റില്ല, ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധം പറ്റില്ല, ഇതൊന്നും പറ്റില്ല. ഏത് വെച്ച് കഴിഞ്ഞാൽ ഇഹ്റാം ചെയ്യലോടുകൂടെ. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കണം. ഉമ്മമാരൊക്കെ ശരിക്കിന് തലമുടി മറക്കുമ്പോൾ, എൻ്റെ നാട്ടിലൊക്കെ ഉള്ള ഉമ്മമാർക്ക് ചില ശൈലിയുണ്ട്. മഫ്തറിനീൻ്റെ മുമ്പ് തലയിൽ ഒരു തൊപ്പി വെച്ച് കെട്ടും. ആദ്യം ഒരു തൊപ്പി, ഇങ്ങനെ ഒരു കറുത്ത തുണി ഒരു തൊപ്പിയൊക്കെ ഇട്ട് ബാക്കിൽ ഇങ്ങനെ കെട്ടുന്നതാണ്. എന്നിട്ടാ മഫ്തർ. അപ്പോൾ പിന്നെ തലമുടി പുറത്തേക്കിട്ട് വരില്ല. ഇവിടെ കുറച്ചിങ്ങനെ കാണുക, ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചും കെട്ടിക്കുക, ഇതൊന്നും ഉണ്ടാവില്ല. അത് ശരിക്കും മറയും. അങ്ങനെ മറക്കണം. അങ്ങനെ തലമുടി പുറത്തേക്ക് കണ്ടു, അല്ലെങ്കിൽ സോക്സ് ധരിക്കാൻ മറന്നു, എണ്ണ ഉപയോഗിച്ചു, അല്ലെങ്കിൽ സുഗന്ധം ഉപയോഗിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിദിയ വരും.
അപ്പോൾ ആ ഫിദിയ കൊടുത്താലേ പിന്നെ പൂർണ്ണമാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ശരിക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ആ ശ്രദ്ധയാണ് പടച്ച റബ്ബിന് വേണ്ടി ഒരല്പസമയം പൂർണ്ണമായും എല്ലാ ദുരഭിമാനങ്ങളും മാറ്റിവെച്ച് നിൽക്കുക എന്നുള്ളതാണ് ഹജ്ജ് ഉംറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്യാഗം. അതുകൊണ്ട് അത് ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുമോ? ആ, കുളി എവിടുന്ന് കുളിക്കണം എന്ന് നമ്മൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് അല്ലേ. വീട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ നീയത്ത് വെക്കേണ്ടത് ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പൂർണ്ണമായ കുളിയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നഖം എന്ത് ചെയ്യണം? വെട്ടണം. ആണുങ്ങൾ പുരുഷന്മാർക്ക് അക്ഷത്തിലെ മുടി കളയണം, ഗുഹ്യഭാഗത്തെ മുടി കളയണം. ശരീരത്തിൽ നിന്ന് നീക്കേണ്ട രോമങ്ങളും മുടികളൊക്കെ നീക്കിയിട്ട് വൃത്തിയായൊരു കുളി കുളിക്കുക എന്നുള്ളതാണ്. ഇനി ഈ കുളിനെ പറ്റി പറയുമ്പോൾ പറയാനുള്ളത്, കുളിക്കാൻ നല്ല സോപ്പ് കിട്ടും, നല്ല ഷാമ്പു കിട്ടും. തണുത്ത വെള്ളഞ്ഞ് വേണമെങ്കിൽ ഷവർ വന്നാൽ തന്നെ പൈപ്പൊന്ന് തിരിച്ചങ്ങോട്ട് തിരിച്ചാൽ ചൂടുവെള്ളം വരും. ഹീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ വരില്ല അല്ലേ. ചൂടുവെള്ളം കിട്ടും, പച്ചവെള്ളം കിട്ടും, ഷാമ്പു കിട്ടും, സോപ്പ് കിട്ടും, എണ്ണ, ഇതൊക്കെ പറ്റും. ശരീരത്തിൻ്റെ പുറം ഭാഗം വൃത്തിയാക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ശരിക്കും ആ കുളി കൊണ്ട് ലക്ഷ്യം വെച്ചത് നമ്മൾ നല്ല മൊഞ്ചായിട്ട് വരിക എന്നുള്ളത് അല്ലേ? ആണ്. പക്ഷെ ആ മൊഞ്ച് വേണ്ടത് ബാഹ്യഭാഗത്തല്ല, മറിച്ച് എവിടെയാണ്? ഖൽബിൻ്റെ ഉള്ളിലാണ്. നീയത്തിൽ കരുതണം, പടച്ചോനെ ലോകത്ത് വന്ന എല്ലാ അമ്പിയാ മുർസലീങ്ങളും നിൻ്റെ മുന്നിൽ സുജൂദിൽ കടന്ന് കരഞ്ഞ സ്ഥലത്തേക്കാണല്ലോ സാധുവായ ഞാൻ പോകുന്നത്. പരിശുദ്ധ കാബയുടെ തിരുമുറ്റത്തേക്കാണല്ലോ ഞാൻ നീങ്ങുന്നത്. അല്ലാ അല്ലാ, എൻ്റെ കൽബൊന്ന് നന്നാക്കി തരണേ അല്ലാ, എന്നെ ഒന്ന് നന്നാക്കി തരണേ അല്ലാ. ആ നന്നാകാൻ വേണ്ടിയിട്ട് പാകപ്പെട്ട കുളിയാണ്. അപ്പോൾ മനസ്സ് വൃത്തിയാകണമെങ്കിൽ ഷവർന്ന് വെള്ളം പോന്നാൽ പോരാ, കൽബ്. അതിൻ്റെ ഷവർ ഏതാ നിങ്ങൾ? ഇതാണ്. കൽബ് നന്നാവണമെങ്കിൽ ഷവർന്ന് വെള്ളം വരണം. ആ ഷവർ കണ്ണാണ്. കണ്ണിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടുമ്പോൾ കൽബ് പാകപ്പെടും, കൽബിന് മയം വരും. എത്ര കടുത്ത ഹൃദയമാണെങ്കിലും ആ കൽബിന് അലിവുണ്ടാകും, ദയുണ്ടാകും. കൽബിന് മനസ്സ് പാകപ്പെട്ട് വരും. അത് പാകപ്പെടുന്ന വിധത്തിലുള്ള കുളിയാവണം. അപ്പോൾ ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി കുളിക്കുമ്പോൾ മനസ്സ് ശരിക്കും പാകപ്പെടണം. പാകപ്പെടൂലേ? അതിനനുസരിച്ച് തന്നെ പാകപ്പെട്ട് കുളിക്കുക. കുളിച്ച് കഴിഞ്ഞിട്ട് ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം പെരയിൽ നിങ്ങൾ നിസ്കരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിച്ചോ, ഇടക്കടമില്ല. യാത്രയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. ഏത്? യാത്രയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് നന്നായിട്ട് ദ്വയർക്കുക. ദ്വയർന്നിട്ട് വരിക. ദ്വയർക്കുമ്പോൾ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നല്ല ദ്വയർക്കണം കേട്ടോ. യാത്രയിൽ ഒരാൾക്കും പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വയർക്കുക. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ തവാഫാണ് അല്ലേ. 7 തവണ കാബാലയം ചുറ്റുക അല്ലേ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മട്ടോ ഉംറയിലെ 7 തവണ കാബാലയം ചുറ്റുക. വുളു നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ്? വുളു നിർബന്ധമാണ്. കാബാലയം പൂർണ്ണമായും ഇടത് ഭാഗത്താവൽ നിർബന്ധമാണ്. കാബാലയം പൂർണ്ണമായിട്ടും ഇടത് ഭാഗം. കാബാലയം തൊടാൻ പാടില്ല. കാബാലയം, അപ്പോൾ കാബം തൊടാതെ കാബാലയം പൂർണ്ണമായും ഇടത് ഭാഗത്താക്കി വുളുഓടുകൂടെ ഹജറുൽ അസ്വദ് തൊട്ട് തുടങ്ങി ഹജറുൽ അസ്വദ് വരെ എത്തുന്ന വിധത്തിൽ 7 പ്രാവശ്യം ചുറ്റുന്നതിനാണ് എന്തെന്ന് പറയുക? തവാഫ് എന്ന് പറയുക അല്ലേ. ഇനി ഞാനൊരു ഉദാഹരണം, ഇതിപ്പോൾ കാബ അല്ലേ. ഈ കാബ എവിടെയാണെന്ന് വെച്ചോളൂ നിങ്ങൾ. ഇത് ഇവിടെയാണ് നിങ്ങൾ സങ്കല്പിച്ചോ. ഇത് കാബയാണെന്ന് നിങ്ങൾ വെച്ചോ. കാബ അവിടെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാൻ വേണ്ടി അവിടെ ഉണ്ട്. ഞാനിപ്പോൾ അങ്ങനെ നടക്കുകയാണ്. ഇപ്പം ഈ നടത്തം ശരിയല്ലേ? അല്ല. എന്തുകൊണ്ട് ശരിയല്ല? മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാബാലയം എൻ്റെ വലതു ഭാഗത്താണ്. അങ്ങനെ നടന്നാൽ ശരിയാവൂല. അപ്പോൾ കാബാലയം ഇടത് ഭാഗത്താവുന്ന വിധത്തിൽ നടക്കണം. അപ്പം ഞാൻ ഇങ്ങനെ നടക്കണം അല്ലേ. ഇപ്പം കാബേൻ്റെ ഇടത് ഭാഗത്തായില്ലേ, ഇങ്ങനെ നടക്കുക. എത്ര വട്ടം നടക്കണം എന്നാണ്? 7 പ്രാവശ്യം നടക്കണം അല്ലേ. വുളു വേണോ? വേണം. വുളു വേണം. കാബം തൊടാൻ പറ്റുമോ? കാബത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ എത്താനൊന്നും പറ്റില്ല, നല്ല തിരക്കുണ്ടാവും. ഇനി എന്തോ ഏർകയുണ്ട് ആജിമാരി എന്നാണ്ട് ഇറങ്ങി എന്ന് തിരക്കൊന്നുമില്ല. ആളോ ഇനി നമുക്കത് കിട്ടിയ പോലെ. അപ്പോൾ നമ്മൾ അടുത്തെത്തി, കാബത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഒരു ഉമ്മ, അല്ലാ ബദരീങ്ങളെ കാബ കുറച്ചോനെ, അത് പറ്റൂല, അത് പറ്റൂല. അതിന് സമയമായിട്ടില്ല. അതിനെന്തില്ല? സമയമായിട്ടില്ല. അതാണ് കണ്ട ഊറ്റത്തിൽ പോയിട്ടേ വേഗം കണ്ട് പോയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. കുറേ ആൾക്കാർ കില്ല പിടിച്ച് കരയുന്നുണ്ടാവും. കുറേ ആൾക്കാർ വാതിലിൻ്റെ മുൽത്തസബിലുണ്ടാവും. ഓരോ സ്ഥലത്തും ആളുകൾ ഇങ്ങനെ കാബം പിടിച്ച് കരയുന്നതൊക്കെ കാണും.
ഉമ്മാക്കണ്ട് കണ്ടപ്പോൾ പരിസരക്കാണ് മറന്നു പോയിട്ട് ബദരീങ്ങളെ അത് പറ്റൂല. ഇപ്പം നമ്മൾ വന്ന ലക്ഷ്യം എന്താണ്? ഉംറയാണ്. ആയുസ്സിൽ നിർബന്ധമായ ഉംറയായിരിക്കും 90% ആളുകളുടേത്. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കാബം തൊടാൻ പറ്റൂല. കാബാൽ എന്ത് ചെയ്യാൻ പറ്റൂല? തൊടാൻ പറ്റില്ല. അപ്പോൾ കാബം തൊടാതെ കാബാലയം പൂർണ്ണമായും ഇടത് ഭാഗത്താക്കി വുളുഓടുകൂടെ എത്ര തവണ ചുറ്റണം? ഇനി ഞാൻ പറയട്ടോ, ഹജറുൽ അസ്വദ് തൊട്ട് ഞാൻ പറഞ്ഞത്. ഹജറുൽ അസ്വദ് എവിടെയെന്ന് അറിയുന്നത്? വാതിൽ കണ്ടോ കാബത്തിൻ്റെ? ഈ ഒരു സാധനമില്ലേ, ഇതേമാതിരി അവിടെ ഉണ്ടാവും. ഇത് ഒരു തകിടാണ്. അവിടെ കാബത്തിൻ്റെ വാതിൽ കാണും. അതിന്മേൽ സ്വർണ്ണം ഇതൊക്കെ പതിച്ചിട്ട് തന്നെ ഉണ്ടാവും. ആ കാബത്തിൻ്റെ വാതിലുള്ള മൂലയിലാണ് എന്തുണ്ടാവുക? ഹജറുൽ അസ്വദ് ഉണ്ടാവുക. തിരിഞ്ഞോ? അതിങ്ങനെ നോക്കിയാൽ കാണൂല. പ്രത്യേകിച്ച് ഇന്നെപ്പോലെയാണെങ്കിൽ എന്തായാലും കാണൂല. എന്തുകൊണ്ട്? ഞാൻ നല്ല ഹൈറ്റുള്ളതുകൊണ്ട്. നല്ല തിരക്കുണ്ടാവും. ആ തിരക്കിനിടയിൽ നോക്കിയാൽ എങ്ങനെ നോക്കിയാൽ ആരെ കാണൂ? ആളുകളെ കാണും. ഉറുമ്പിൻ കൂട്ടങ്ങൾ ഇഴഞ്ഞു നടക്കുന്നത് പോലെ ആളുകൾ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്നുണ്ടാവും. അവ നോക്കിയാൽ അതിൻ്റെ ഇടയിൽ കാണണമെങ്കിൽ റിസ്ക്കാണ്. പിന്നെ കാണും, അതിനായിട്ട് ഇറാൻ ചെയ്യാൻ സഫൊക്കെ കെട്ടി നിസ്കരിക്കാനൊക്കെ വേണ്ടി നിൽക്കുമ്പോൾ കാണും. അപ്പോൾ ഹജറുൽ അസ്വദ് എവിടെ ഉള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, കാബത്തിൻ്റെ വാതിലുള്ള ആ മൂലയിലാണ്. ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് അറിയുങ്ങൾ? നിങ്ങൾ ഹജറുൽ അസ്വദ് കാണാനും മനസ്സിലാക്കാനും അല്ല, കൂട്ടം തെറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഉംറ കണ്ട് പോയി കഴിഞ്ഞാൽ കൂട്ടം തെറ്റാണ്. കൂട്ടം തെറ്റിക്കഴിഞ്ഞാൽ തവാഫിൻ്റെ മുമ്പന്നെ കൂട്ടം തെറ്റി നിൽക്കുക. ഇന്നത് എന്താണ് ഏതാണെന്നുള്ളത് ഇവിടുന്ന് ഒരു ചിത്രം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേതെല്ലാവരും ഉംറ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ തവാഫും കഴിഞ്ഞിട്ടുണ്ടാവില്ല, സഹയും കഴിഞ്ഞിട്ട് ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ അവിടെ ഒറ്റക്ക് ഉത്തിരിക്കേണ്ടി വരും. ശരിയാണോ? അപ്പോൾ ഒരു ചിത്രം ഉണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു ചിത്രം മനസ്സിലാവും. ഇനി അത് കഴിഞ്ഞു, തവാഫ് 70 തവണ തവാഫ് ചെയ്ത ഉമ്മ ഒറ്റ കുട്ടിയെ പോലെ മടങ്ങുന്നു. അപ്പോൾ നിങ്ങൾ ഉംറ ഒക്കെ കഴിഞ്ഞു, വഴിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാബത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. അവിടെ ചെന്ന് കൂടണം. റൂം പോയി കടന്നുറങ്ങാനല്ല നമ്മൾ പോകണം. റൂം പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് കടന്നുറങ്ങാം. നല്ല AC, നല്ല ബെഡ്, അതിനല്ലല്ലോ നമ്മൾ പോണത്. നമ്മൾ കാബത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പണിയെടുക്കണ്ടേ? അപ്പോൾ അതിനൊരു ചിത്രം നമ്മളെ കയ്യിൽ വേണ്ടേ? അത് വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹജറുൽ അസ്വദുള്ള ഏത് മൂലയിലാണ്? വാതിലുള്ള മൂലയിൽ. ഇവിടെ നിന്നാണ് തുടങ്ങട്ടോ. ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി എല്ലാവരും കാബയിലേക്കൊന്ന് മുന്നിടും. ഹജറുൽ അസ്വദിലേക്ക് നാങ്ങി കാണിച്ച് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നിങ്ങനെ കൈ ചുംബിക്കും. എന്നിട്ട് തുടങ്ങും അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി അങ്ങനെ ചൊല്ലി വരും. ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ, ഹജ്ജിലും ഉംറയിലും തൊള്ളോട്ട് ചൊല്ല നിർബന്ധമുള്ളൊരു ദിക്റും, പടച്ചോനെ എനിക്ക് ആ ദിക്റൊന്നും എനിക്കറിയില്ലല്ലോ അല്ലാ, ഇല്ല, ഒന്നും ചൊല്ലണ്ട. നിങ്ങൾക്ക് കേട്ടാൽ ചൊല്ലിയാൽ മതി. കേട്ടിട്ടില്ലേ നിങ്ങൾക്ക് പച്ച മലയാളത്തിൽ തുയർന്ന് പോവാം. പച്ച മലയാളത്തിൽ തന്നെ തുയർന്ന് പോവാം. സ്വലാത്താണെങ്കിൽ സ്വലാത്തില്ല, ഖുർആനാണോ ഖുർആനോ. ഇനി ഒന്നും ചൊല്ലിയില്ലേ ഒരു പ്രശ്നമല്ല. നിങ്ങൾ കാബത്തിൻ്റെ അടുത്താണല്ലോ ഞാനുള്ളത്. പടച്ചോനെ ഈ മണ്ണിലാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തപ്പോൾ ശത്രുക്കൾ കൊണ്ടുവന്ന ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല അള്ളാൻ്റെ ഹബീബിൻ്റെ കഴുത്തിലിട്ടത്, അവിടുന്ന് സുജൂദിൽ നിന്ന് എണീക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടത്, ഞാനിപ്പോൾ ഇവിടെ ഉള്ളതല്ലോ. അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം 40 തവണ എൻ്റെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് നടന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ ഞാനുള്ളതല്ലോ. എല്ലാ നബിമാരും വന്ന സ്ഥലത്താണല്ലോ ഞാനുള്ളതല്ലോ. പടച്ചോനെ ഈ നബിമാരൊക്കെ നേതൃത്വം നൽകുന്ന സ്വർഗത്തിലും ഈ എത്തിക്കൂലേ റബ്ബേ എന്നിങ്ങനെ കൽബുകൊണ്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെ നടന്നു. മതി, നിങ്ങളൊന്നും പറഞ്ഞോളൊന്നും ചൊല്ലിക്കോളൊന്നൊന്നുമില്ല. തിരിഞ്ഞോ? ഞാനതിൻ്റെ ദിക്റാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് തിരിയില്ലല്ലോ എന്നുള്ള ബേജാറൊന്നും വേണ്ട. ഏതായാലും ഹജറുൽ അസ്വദുള്ള മൂലയിൽ നിന്ന് തുടങ്ങി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് കൈ കൊണ്ടാങ്ങി കാണിച്ച് ചുംബിച്ചു തുടങ്ങി. ഇങ്ങനെ നടന്നിവിടെ എത്തി. ഇപ്പം എത്രയായി? നിങ്ങളൊന്ന് ചോറ് വെച്ച് ഉഷാറിൽ പറയും പലപ്പോഴേ. എത്രയൊന്ന്? 2 7 അല്ലേ? അപ്പോൾ ഇവിടുന്ന് 7 കഴിഞ്ഞു. ഇങ്ങനെ ഇറങ്ങി. ഞാനിങ്ങനെ പോയി. അപ്പം നിങ്ങളെൻ്റെ പിന്നാലെ വരൂലേ? വരാനില്ല. കാരണം ഞാൻ എവിടേക്ക് എത്തിക്കണേ? ഹജറുൽ അസ്വദ്. നിങ്ങളെവിടെ എത്തിയില്ല, നിങ്ങളെൻ്റെ ബാക്കിലല്ലേ ഉള്ളത്. അപ്പം അത് ശരിയാട്ടോ, ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യൂല? ഇറങ്ങും. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകും. അപ്പം നിങ്ങൾ ഈ മൂലയിലേക്ക് എണ്ണക്കൊന്നും അറിയില്ല റബ്ബേ. ഇന്നലെ തുടങ്ങിയ യാത്രയാണ്. 7 കഴിഞ്ഞ് ഇയാൾ പിന്നെയും നടന്നുകൂടാണല്ലോ. ഇയാൾക്ക് എന്തോരം അല്ല എണ്ണക്ക് അറിയാഞ്ഞിട്ടല്ല അത്. അതെന്തിനാന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ 40 ആളുകൾ ഈ മൂലയിലെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെന്ത് ചെയ്യും? മുന്നോട്ട് നടക്കും. എന്നിട്ട് മുന്നോട്ട് നടന്നിട്ട് അങ്ങനെ ഇറങ്ങും. തിരിഞ്ഞോ? ഇനി അഥവാ നിങ്ങൾ കൂട്ടം തെറ്റി നോക്കുക. കൂട്ടം തെറ്റി നിങ്ങൾ ഒറ്റക്കാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
എപ്പോഴും സൂക്ഷ്മത ഒരു 2 അടി മുന്നോട്ട് നടക്കലാണ്. എന്നാൽ പിന്നെ എത്തിയില്ലേ എന്നുള്ള ആശങ്ക വേണ്ടല്ലോ അല്ലേ. നമ്മൾ പൈസ എണ്ണി 10 നോട്ടുണ്ട്, അതിൽ 8 ആണോ 9 ആണോ തോന്നിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ഒന്നുകൂടെ എണ്ണി വെക്കൂലേ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്? അപ്പം എന്നാൽ ഒന്നുകൂടെ ചെയ്യുന്നേ. ആ ഉറപ്പ് കിട്ടുന്ന വരെ എന്ത് ചെയ്യുക? നടക്കുക, കുറച്ചാണ് മുന്നോട്ട് നടക്കുക. തിരിഞ്ഞോ? അപ്പോൾ ഹജറുൽ അസ്വദുള്ള മൂലയിൽ നിന്ന് തുടങ്ങി ഹജറുൽ അസ്വദിൻ്റെ വിധത്തിൽ എത്ര തവണ നടക്കണം? വുളു വേണ്ടല്ലോ, വേണം. കാബം തൊടാൻ പറ്റൂലേ? തൊട്ട് മുന്നാറ്റും ഇല്ല, അതൊന്നും പറ്റും. അതൊന്നും പറ്റൂലേ? ഇത്രയും പൈസയും കൊടുത്ത് പോയിട്ട് അതൊന്നും പറ്റൂല. ഇല്ല, ഉംറയിൽ പറ്റൂല. ഉംറ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാബം തൊടാനും ഹജറുൽ അസ്വദ് മുത്താനും ഹിജർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ പോകാനും റുക്നുൽ യമാനി മുത്താനും ഇതിനൊക്കെ നമ്മൾ പോകും. മഖാം ഇബ്രാഹിം ഇതിനൊക്കെ പിന്നിൽ പോകും. ഇപ്പം നമ്മളെ ലക്ഷ്യം എന്താണ്? അത് വൃത്തിയായി ചെയ്യുക എന്നുള്ളത്. അതാദ്യം വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? തിരിഞ്ഞോ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തവാഫിൻ്റെ വിഷയത്തിന് കൺഫ്യൂഷൻ ഇല്ലല്ലോ. എന്നാൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തവാഫുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടോ? ഇല്ല. എന്നാൽ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ചോദിക്കട്ടെ. 3 വട്ടം നടന്നപ്പോൾ ഒരാൾ ഒളു മുറിഞ്ഞു, ഇന്ന് എന്താ ചെയ്യുക ഉസ്താദേ? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടല്ലേ, നിങ്ങൾ ചോദിക്കാനിട്ടാണ്. 3 വട്ടം നടന്നു. 3 വട്ടം നടന്നതിന് ശേഷം ഒരാൾ ഒളു പോയി, ഒരാൾ ഒളു മുറിഞ്ഞു. ഇന്നെന്താ ചെയ്യുക? എന്നാൽ അയാൾ ഒളു ഉണ്ടാക്കി വരണം. വുളു ഉണ്ടാക്കാനുള്ള സംവിധാനം മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, പള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മൂത്രയിക്കാനുള്ള സംവിധാനമില്ല. മൂത്രയിക്കണമെങ്കിൽ പുറത്തു തന്നെ പോകണം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നേരത്തെ ഒരുങ്ങി വെക്കണം. മൂത്രക്കൊഴിച്ചൊക്കെ റെഡിയായി റൂമിൽ നിന്ന് തന്നെ വുളു എടുത്തിറങ്ങുക. മറ്റേത് ബാത്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലോകമാണ്. ബാത്റൂം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലോകമാണ്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇക്കൂടെ പോവുക ഇക്കൂടെ വരിക എന്നൊന്നും അറിയില്ല. ഏകദേശം ഒരാൾ മൂത്രയിക്കാൻ പോലും എന്തായാലും ഒരു 3/4 മണിക്കൂറാണ് പോകും. അപ്പോൾ ഒരു യാത്രാ സംഘത്തിൽ ഒരാൾ മൂത്രയിക്കാൻ പോയി, ഓൾ മൂത്രയിച്ച് വരുമ്പോഴേക്കാണ് എടി എനിക്കൊന്ന് മൂത്രയിക്കാണിച്ച് ഒന്ന് നിൽക്കാറ്. ചുരുക്കത്തിൽ അന്ന് മൂത്രയിച്ച് കൊണ്ട് തിരികേണ്ടി വരും. ഇമ്പ്രാണൊക്കെ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? റൂമിൽ നിന്ന് തന്നെ ഒക്കെ ഉളുണ്ടാക്കി റെഡിയായി ഒക്കെ വന്നാൽ അൽഹംദുലില്ലാഹ് റാഹത്താവും. കേൾക്കുന്നുണ്ടോ? ഇനി ഉളു മുറിഞ്ഞാൽ 3ാമത്തെ തവണ അല്ലെങ്കിൽ 4ാമത്തെ അല്ലെങ്കിൽ 6 തവണ എത്തി, 6ാമത്തെ തവണ ഉളു മുറിഞ്ഞ് എന്താക്കുക? ഒരാൾ വന്ന് തൊട്ടു, ഉറപ്പാണ് അത് തൊട്ടിക്കണം. ഞാൻ അങ്ങോട്ട് പോയി തൊട്ടോന്നല്ല, ടച്ച് ചെയ്തിരിക്കണമെന്നുള്ള ഉറപ്പാണ്. ഇങ്ങനെ ഒളു മുറിഞ്ഞു നോക്കുക. എന്നാൽ അയാൾ ഒളു ഉണ്ടാക്കി വന്നതിന് ശേഷം 6ാമത്തതിലാണ് മുറിഞ്ഞത് വെച്ചെങ്കിൽ 6ഉം 7ഉം ചുറ്റിയാൽ മതി. 4ാമത്തതാണെങ്കിൽ പിന്നെ 4 ഇട്ടിട്ട് ബാക്കിയുള്ള എന്ത് ചെയ്താൽ മതി? ചെയ്താൽ. അപ്പോൾ ആദ്യം ചെയ്ത് പിന്നെ എന്ത് ചെയ്യണ്ട? റിപ്പീറ്റ് ചെയ്യണ്ട. മുവാലാത്ത് സുന്നത്തേ ഉള്ളൂ. തുടരെ ചുറ്റുക എന്നുള്ളത് സുന്നത്തേ ഉള്ളൂ. ഇനി ഒന്നും മുറിഞ്ഞില്ല, നടന്നിട്ട് എന്താ ഭയങ്കര ക്ഷീണം, ഒരു 5 തവണ നടന്നപ്പോഴേക്കും ആകെ കുഴങ്ങിപ്പോയി, പറ്റുന്നില്ല. എന്നാൽ പിന്നെ ഒരിടത്ത് പോയിരുന്നു. ഒരിടത്ത് പോയി ഇരുന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് സംസമൊക്കെ കുടിച്ചൊന്ന് റാഹത്തായതിന് ശേഷം പിന്നെ ബാക്കി വന്നിട്ട് എന്ത് ചെയ്താൽ മതി? ചുറ്റിയാൽ മതി. തിരിഞ്ഞോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ വുളു എന്തായാലും വേണം. വുളു എല്ലാം നടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ തവാഫ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എന്തെന്ന് ഞാൻ മറന്നു. സഈ എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് അല്ലേ. നമുക്കതിനെ പറയാൻ കിട്ടൂലെങ്കിൽ ഹാജർ ബീവി നടന്ന സ്ഥലത്ത് നടക്കുക എന്ന് ഓർത്താൽ മതി. ഹാജർ ബീവി ഇല്ല, ഹാജർ ഉമ്മ നടന്ന സ്ഥലത്ത് അനി അതും ഓർമ്മയില്ല ചെയ്ത് സൊഫ മർവ മലൻ്റെ ഇടയിൽ നടക്കുക എന്ന് ഓർത്താലും മതി. സഈയിൽ കുറേ സുഖമുണ്ട്. എന്താ സുഖം? ഒന്ന്, വുളു നിർബന്ധമല്ല. വുളു നിർബന്ധം സുന്നത്താണ്. വുളു ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇടത് ഭാഗത്ത് തന്നെ ആക്കി നടക്കുക അങ്ങനെയൊന്നുമില്ല. നടന്നാൽ മതി. നടക്കുന്ന നടക്കത്തിനിടയിൽ ഇരിക്കുക, വെള്ളം കുടിക്കുക, ചോറുന്നെങ്കിൽ ചോറുന്ന, കയ്യിലെന്തെങ്കിലും തിന്നുക, ഇതൊന്നും കുഴപ്പമില്ല. 7 വട്ടം നടന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പം ഇനി വല്യമ്മ ആരെങ്കിലും ഒപ്പുണ്ടെങ്കിൽ ഉമ്മ എവിടെ എടി എൻ്റെ ഉമ്മാനെ കണ്ടീനോളി, ഇത് അതിനൊന്നും കുഴപ്പമില്ല, അതിനൊന്നും പ്രശ്നമില്ല. കാരണം എന്താ? സഹയിൽ പ്രശ്നമില്ല. കാബത്തിൻ്റെ ഒന്നും നടക്കില്ല. കാബത്തിൻ്റെ അടുത്ത് നടക്കുമ്പോൾ ഓരോരുത്തരും കാബ് പൂർണ്ണമായിട്ട് ഇടത് ഭാഗത്തന്നെ ഉമ്മ ഉണ്ടോ വാപ്പുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാബയിലേക്ക് മുന്നിട്ട് ആ ചുറ്റൽ ശരിയാവില്ല. കാബയിലേക്ക് അപ്പം ഇനി കാബ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ അപ്പോഴാണ് ഒരു സുഡാനി എന്നിട്ട് ബാക്കിൽ തള്ളിയപ്പോൾ ഇങ്ങനെ പോയി വിൽക്കാൻ. എന്നാൽ ആ പോയ ഭാഗം ബാക്കിലേക്ക് വരണം. ആ ബാക്കിലേക്ക് വരിക എന്നുള്ളത് നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? പാൽ കടൽ പോലെ ആളുകൾ ഇങ്ങനെ ഒഴുകിയിരിക്കും. അപ്പോൾ പിന്നെ ഒരു ചുറ്റൽ എന്ത് ചെയ്യേണ്ടതിനും കൂടുതൽ ചുറ്റേണ്ടി വരും. അതുകൊണ്ട് കാബാലയം പൂർണ്ണമായും ഇടത് ഭാഗത്താക്കി നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ തിരിഞ്ഞോക്കലും മറിഞ്ഞോക്കലും നടക്കില്ല. അവിടെയാണ് കൂട്ടം തെറ്റാനുള്ള ഒരു സാധ്യത കൂടുതൽ. കാരണം ഓരോരുത്തരും കാബാലയം പൂർണ്ണമായും ഇടത് ഭാഗത്താക്കി നടക്കുന്ന ചുറ്റുപാടിലേക്കാരും തിരിഞ്ഞു മറിഞ്ഞൊന്നും നോക്കില്ല. പിന്നെ അവിടെ കൂട്ടം തെറ്റായിരിക്കാനുള്ള മാർഗ്ഗം ഒന്നേ ഉള്ളൂ, കൈ പിടിച്ച് നടക്കാമെന്നാണ്. കൈ പിടിച്ച് നടക്കാമെന്നാണ്. കൈ പിടിച്ചാകുമ്പോൾ എന്തായാലും ഉമ്മ കൈ ഒപ്പുണ്ടെന്ന് ഉറപ്പാവും. അതാണ് ചെയ്യേണ്ടത്. സഹയിൽ അതൊന്നും പ്രശ്നമില്ല. വുളു വേണ്ട, ഇടത്ത് വലത്തും പ്രശ്നങ്ങളൊന്നുമില്ല. ഇരിക്കാൻ നിൽക്കാൻ കിടക്കുകയൊക്കെ ചെയ്യുക, ഇതൊന്നും കുഴപ്പമില്ല.
സഈൽ ചെയ്യേണ്ട സംഗതി, ഇത് മറുവയാണെന്ന് വെച്ചോ, ഇത് സൊഫയാണെന്ന് വെച്ചോ. ഇതേമാതിരി ടേബിളുമാതിരി തന്നെ നീളത്തിലുള്ളൊരു ഹാളാണ് കേട്ടോ. സൊഫ മറുവ പർവ്വതം എന്ന് പറഞ്ഞാൽ അവിടെ മല എന്ന് കാണൂല. സൊഫ മറുവ മലകൾക്കിടയിൽ നടക്കുക എന്ന് പറയുമ്പോഴേ മല ഉണ്ടാവും എന്നൊക്കെയുള്ള മൂല്യർ പറഞ്ഞിരുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ മല ഒന്നും കാണുന്നില്ലല്ലോ. ഇയാൾക്ക് പേച്ചോയോ? അല്ല, പേച്ചോയതല്ല. അവിടെ മലൻ്റെ ഒരു അടയാളം ഇവിടെ ഉണ്ടാവും. സൊഫ തുടങ്ങുന്നിടത്ത് ഒരു ഗ്ലാസിൻ്റെ കൂട്ടൽ ഇങ്ങനെ കുറച്ചുണ്ട്. മറുവൻ്റെ തുടക്കത്തിലും എന്തുണ്ട്? മലൻ്റെ ഒരു ഭാഗം. അത് അതിൻ്റെ അടിയിലാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. തിരിഞ്ഞോ? ബാക്കിയൊക്കെ നല്ല ഇതുപോലത്തെ ഗ്രാനൈറ്റ് ഒട്ടിച്ച സ്ഥലമാണ്. ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഗ്രാനൈറ്റും നല്ല AC നല്ല സംവിധാനമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ സൊഫയിൽ നിന്ന് തുടങ്ങി. എന്തിൽ നിന്ന് തുടങ്ങി? സൊഫയിൽ. ഇവിടെ സൊഫയാണെന്ന് വെച്ചട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു. എവിടെ എത്തി? മറുവയിലെത്തി. ഇപ്പം എത്രയായി? മറുവയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. എത്രയായി? തിരിച്ച് വീണ്ടും മറുവയിലെത്തി, വീണ്ടും സൊഫയിലെത്തി, വീണ്ടും മറുവയിലെത്തി, വീണ്ടും സൊഫയിലെത്തി, വീണ്ടും മറുവയിലെത്തി. 7. ഇപ്പം എവിടുന്നാ തുടങ്ങിയത്? അവസാനിച്ചത് എവിടെയാണ്? മറുവയിൽ. ശരിക്കും ഓർമ്മ വേണേ, സൊഫയിൽ നിന്ന് തുടങ്ങിയിട്ട് സഅയ് അവസാനിച്ചത് എവിടെയാണ്? തവാഫ് അങ്ങനെയല്ല. എവിടുന്നാ തുടങ്ങി? അവസാനിച്ചത് എവിടെ തന്നെയാണ്? സഅയിലും അങ്ങനെ ഇരിക്കുന്ന രീതിയിൽ വീണ്ടും എന്ത് ചെയ്യണ്ട? നടന്നു വരാൻ നിൽക്കണ്ട. സൊഫയിൽ നിന്ന് തുടങ്ങും, മറുവയിൽ എന്ത് ചെയ്യും? അവസാനിക്കും. 7 തവണയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലാവണില്ലേ? സഅയ് എവിടുന്നാ തുടങ്ങുക? സൊഫയിൽ. അവസാനിക്കൽ എവിടെയാണ്? മറുവയിലാണ് കേട്ടോ. ഇനി അഥവാ എപ്പോഴെങ്കിലും ബൈ ചാൻസിൽ കൂട്ടം തെറ്റിയോ 2-3 ആൾക്കാരൊക്കെ ഒരുമിച്ച് നടക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വേണം, എടീ സൊഫയിൽ നിന്ന് തുടങ്ങിയിട്ട് മറുവയിലെത്തിയാൽ 1 എന്നല്ലേ പറഞ്ഞത്. ഇനി അധികം ആളുകൾക്കും പറ്റുന്ന ഫാൾട്ട് എവിടെ അറിയുന്നത്? ഫാൾട്ട് പറ്റത് സൊഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ 1 ആയി. ഇതുപോലെ മനസ്സിലാക്കിയത് നേരെ തിരിച്ചു തിരിച്ച് മറുവയിൽ പോയിട്ട് അവിടേക്ക് തന്നെ വരും, എന്നിട്ട് 1 എന്ന് കൂട്ടും. അപ്പോൾ എത്ര വട്ടം നടക്കേണ്ടി വരും? 7 വട്ടം എക്സ്ട്രാ നടക്കേണ്ടി വരും. അങ്ങനെ നടന്ന് ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അറിയൂല. ഹജ്ജിനൊക്കെ പോയിട്ട് പടച്ചോനെ ചില വാപ്പാരൊക്കെ കടന്ന് അതാഭാഗം കണ്ട കിടങ്ങറായിപ്പോ. അത്രയും പ്രായം ഉണ്ടാവും. മനെ എനിക്കിത് അറിയില്ലേനു മനെ എന്നാ പറയുക. എത്ര വട്ടം നടന്നോ? 14 തവണ നടന്നു. ഒരു സഴി കഴിയുമ്പോഴേക്ക് 3 കിലോമീറ്റർ നടക്കും. ഇവിടുന്ന് സഫയിൽ നിന്ന് മറുവയിലേക്ക് പറഞ്ഞാൽ 1/2 കിലോമീറ്ററോളം ഉണ്ട്. എത്രയുണ്ട്? 1/2 കിലോമീറ്റർ. അപ്പോൾ 7 വട്ടം നടക്കുമ്പോഴേക്ക് എത്രയായി? 3.5 കിലോമീറ്ററായി. ഇത് 3.5 കിലോമീറ്റർ എക്സ്ട്രാ നടക്കേണ്ടി വരും മനസ്സിലായിട്ടില്ലെങ്കിൽ. അപ്പോൾ സഫയിൽ നിന്ന് തുടങ്ങും, മറുവയിൽ എന്ത് ചെയ്യും? അവസാനിക്കും കേട്ടോ. വുളു വേണമെന്നില്ല. മറുവയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാഹചര്യം അനുകൂലമാണെങ്കിൽ തീർക്കും. എന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ അവിടെ ഒക്കെ പോലീസുകാരുണ്ടാവും. നല്ല തിരക്കാണ് വെച്ചാൽ കൂട്ടം കൂടി നിൽക്കാനാക്കൂല. കൂട്ടം കൂടി അപ്പം തന്നെ ഇങ്ങനെ പോകാൻ പറയും. കാരണം ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല. കൂട്ടം കൂടി നിന്നാൽ വരുന്ന ആൾക്കാരൊക്കെ നിന്നാൽ അതിനെ സ്ഥലം ഉണ്ടാവുള്ളൂ, കാര്യങ്ങൾ നടക്കൂല. അപ്പോൾ ഒരു വേഗം പുറത്താക്കും. അപ്പോൾ നമ്മൾ വേഗം പുറത്തിറങ്ങും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ കത്രിക കയ്യിൽ വെച്ചിട്ട് മുടിയൊന്നും പുറത്ത് കാണാത്ത വിധത്തിൽ ഉമ്മമാർ തട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് അറ്റം കട്ട് ചെയ്യുക. വേസ്റ്റ് പിന്നെ അവിടെ ഉണ്ടാവും, അതിൽ കൊണ്ടുപോയിടുക. പുരുഷന്മാർ അവിടെ നിന്ന് തന്നെ മുടി കട്ട് ചെയ്താൽ പിന്നെ ഉംറ കഴിഞ്ഞു. പിന്നെ ഇനി അഥവാ മറ്റേത് റൂമിൽ പോയിട്ട് കട്ട് ചെയ്യാനൊക്കെ വെക്കും. റൂമിൽ പോയിട്ട് എന്താ ചെയ്യാന്നു? അല്ലാ സമാധാനമായി ഇവളെ, എന്തൊരു ചൂടാണോ, സമ്മതിക്കണം കേട്ടോ ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെയെന്ന് പറഞ്ഞിട്ട് തലയിക്കട്ടൊക്കെ ഉണ്ട് കഴിച്ച് ഇതൊക്കെ അവിടെ ഇട്ടിട്ട് വേഗം ചുരിദാർ ഇട്ടിട്ട് എന്ത് ചെയ്യും? അള്ളപ്പാപ്പാറും കിടക്കും. യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? കൊടുക്കും മുടി മുറിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ മുടി മുറിക്കലോട് കൂടെ എന്തിൽ നിന്ന് ഒഴിവാകും? ഉംറയിൽ നിന്ന് ഒഴിവാകും. പിന്നെ അടുത്ത ഉംറ അതുപോലെ 4 ഉംറകളാണ് ട്രാവൽസിന് കീഴിൽ നമുക്ക് അലോട്ട് ചെയ്യുന്നത്. അതിൽ 1ാമത്തെ ഉംറ കഴിഞ്ഞു. ഇനി 2, 3, 4 ഒക്കെ നമ്മൾ ഓരോ മീക്കാത്തുകളിൽ പോയിട്ട് എന്ത് ചെയ്യും? ഇഹ്റാം ചെയ്തിട്ട് നിർവഹിക്കും. 4 ഉംറ. 1ാമത്തെ ഉംറ നമ്മൾ എവിടെ നിന്ന് ഇഹ്റാം കിട്ടി? കോഴിക്കോട് എയർപോർട്ടിൽ വെച്ച് ഇഹ്റാം ചെയ്തു. 2ാമത്തെ ഉംറ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ ബീവിയോട് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പറഞ്ഞ തൻഈം എന്ന് പറയുന്ന സ്ഥലം. മസ്ജിദ് ആയിഷ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടാക്സിയിൽ വിളിച്ചു പോകും. അവിടെ പോയിട്ട് ഇഹ്റാം ചെയ്തിട്ട് നമ്മൾ 2ാമത്തെ ഉംറ ചെയ്യും. 3ാമത്തെ ഉംറ ജിഹ്റാനയിൽ ചെന്ന് പാകിസ്ഥാനികളൊക്കെ ബഡാ ഉംറ എന്ന് പറയുന്ന 300ഓളം വരുന്ന പ്രവാചകന്മാർ ഇഹ്റാം ചെയ്യുന്ന ഇടം, ആ മീക്കാത്തിൽ പോയിട്ട് ഇഹ്റാം ചെയ്ത് 3ാമത്തെ ഉംറ നിർവഹിക്കും. 4ാമത്തെ ഉംറ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1500ഓളം വരുന്ന സ്വഹാബത്തെ കിറാമും പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെട്ടു വന്ന് തമ്പടിച്ച് ശത്രുക്കൾ മക്കയിലേക്ക് കടത്തിവിടാത്തതിൻ്റെ പേരിൽ മടങ്ങിപ്പോവേണ്ടി വന്ന സ്ഥലം, ബൈഅത്തുർ റിദ്വാൻ എന്ന് ഖുർആൻ പറഞ്ഞ സ്ഥലം, അവിടെ വെച്ച് ഇഹ്റാം ചെയ്ത് 4ാമത്തെ ഉംറയും നിർവഹിക്കും. ഈ 4 ഉംറ കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും ഉംറ ചെയ്തുകൂടെ? ചെയ്യാം. എത്ര ഉംറ വേണമെങ്കിലും ചെയ്യാം.
ഇനി മറ്റൊന്ന്, യാത്രയുമായി ബന്ധപ്പെട്ട് കൂടെ കരുതേണ്ട സാധനങ്ങളൊന്ന് പറയട്ടെ. ആ, പുരുഷന്മാർ എത്ര കണ്ട് വെയിറ്റ് കുറച്ച് പോകാൻ പറ്റുമോ അത്രയും കണ്ട് കുറച്ച് പോകാനാണ് നല്ലത്. ഭാരം എങ്ങനെ ഏറ്റി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് ഇഹ്റാമിൻ്റെ 2 കൂട്ടം വസ്ത്രം ഉണ്ടാവലും നല്ലതാണ്. അതായത് 2 വെള്ള തുണി, 2 പുതക്കുന്ന ഷാള്. അത് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ കടയിൽ നിന്ന് കിട്ടും. ഇനി അതില്ല, നിങ്ങൾ നല്ല കോട്ടൻ്റെ കട്ടിയുള്ള തുണി മേടിച്ചാൽ മതി. കോട്ടൻ്റെ കട്ടിയുള്ള തുണി 2 20 ആയിട്ട് വെച്ചിട്ട് ആണ് മേടിക്കുക. എന്നാൽ പിന്നെ നാട്ടിൽ വന്നിട്ട് തുണിയായിട്ട് ഉപയോഗിക്കുക. മറ്റേ ഇഹ്റാമിൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കട്ടി കൂടുമ്പോൾ അതിൻ്റേതായ ചെറിയ ഒരു ചൂടൊക്കെ ഉണ്ടാവും. ഏതായാലും കോട്ടൻ്റെ തുണി മതി. ഇഹ്റാമിൻ്റെ തുണിയുള്ളവർക്ക് പറഞ്ഞാൽ അങ്ങനെയും കിട്ടും. എത്ര കൂട്ടാ പുരുഷന്മാർക്ക് പറഞ്ഞത്? മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുത്തുനബിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പുതിയ കൂട്ടം വസ്ത്രം ധരിച്ച് പോലെ സുന്നത്താണ്. അതുകൊണ്ട് പുരുഷന്മാർ 1 കൂട്ടം വസ്ത്രം പുതിയത് പുരുഷന്മാരും ഉമ്മമാരും കരുതുക. ഉമ്മമാർ കേൾക്കണേ, എങ്ങോട്ട് പോകുമ്പോൾ എത്ര കൂട്ടാ പറഞ്ഞേ? 1 കൂട്ടം. 1 കൂട്ടാൻ ഞാൻ പറഞ്ഞിട്ടോ. ഇനി പെരയിൽ പോയിട്ട് പുതിയാപ്പിളിനോട് മക്കത്തും മദീനത്തും പോകുമ്പോൾ പുതിയ വസ്ത്രത്തിൽ പോകാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് 4 പുറത്ത് പുതിയത് വേണം എന്ന് പറയണ്ട. മദീനയിലേക്ക് പോകുമ്പോൾ 1 കൂട്ടം വസ്ത്രം പുതിയതുണ്ടാവൽ സുന്നത്താണ്. ഇനി ഇല്ലേ കുഴപ്പമില്ല, സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല. മദീനയിലേക്ക് പോകുമ്പോൾ 1 കൂട്ടം വസ്ത്രം പുതിയതുണ്ടാവുക എന്നുള്ളത് സുന്നത്താണ്, നിർബന്ധമല്ല കേട്ടോ. ഉമ്മമാർ മദീനയിലേക്കുള്ളൊരു പുതിയ കൂട്ടം പർദ്ദയോടൊപ്പം ഒരു 3 പർദ്ദയും കൂടെ ഒക്കെ എടുത്താൽ മതിയാവും മാക്സിമം. അപ്പോൾ ഒരു 4 പർദ്ദ, ആ പുതിയ പർദ്ദ അടക്കം ഒരു 4 പർദ്ദ. അതിൻ്റെ ഉള്ളിലുള്ള വസ്ത്രങ്ങൾ എന്തായാലും വേണമെന്ന് പറയേണ്ടതില്ലല്ലോ. പുരുഷന്മാരും ഒരു 2 കൂട്ടം വസ്ത്രം, മദീനയിലേക്ക് 1 കൂട്ടം പുതിയ വസ്ത്രം, ഇത് മതിയാവും. ഇനി നിങ്ങൾക്ക് വസ്വാസ് തീരെ കുറവാണ്, അങ്ങനെ നിങ്ങൾക്ക് കുറേ വസ്ത്രം എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. തിരിഞ്ഞോ? ഞാൻ പറഞ്ഞത് കാരണം മക്കയിലെത്തിക്കഴിഞ്ഞപ്പോൾ കാബത്തിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലായിട്ടേ പുരുഷന്മാരെ കയറ്റൂ. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചാൽ എന്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ? കാബത്തിൻ്റെ അടുത്ത്. അപ്പോൾ കാബത്തിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇഹ്റാമിൻ്റെ വസ്ത്രം, അപ്പോൾ തുണിയും ഷാളും വെച്ചിട്ടേ പോവുള്ളൂ. അല്ലാതെ ഷർട്ടും തലീക്കെട്ടും ഇതൊന്നും കെട്ടിയാൽ എടുക്ക് വിടൂല, കാബത്തിൻ്റെ അടുത്തേക്ക് വിടൂല. അപ്പോൾ മക്കയിലുള്ള 9 ദിവസം മാക്സിമം നമ്മൾ അധിക സമയം ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് മറ്റു വസ്ത്രങ്ങൾക്ക് ഇതില്ല. പിന്നെ മദീനയിൽ 4 ദിവസമാണ്. ആ മദീനയിലുള്ള 4 ദിവസം സാധാ വസ്ത്രം എന്നുള്ള നിലക്ക് അതിന് 1 2 3 കൂട്ടം വസ്ത്രം തന്നെ ധാരാളമാണ്. ഹവായി ചെരുപ്പ് 2 കൂട്ടം എടുക്കുന്നത് നല്ലതാണ്. അതെന്തിനാ? ഉമ്മമാർക്ക് ഹവായി ചെരുപ്പ് വേണമെന്നില്ല. പിന്നെ 1 കൂട്ടം ഹവായി ചെരുപ്പ് ഉണ്ടെങ്കിൽ ബാത്റൂം പോകാനും പിടിക്കാനൊക്കെ എന്തേക്കാരം സൗകര്യമാണ്. നിങ്ങൾക്ക് ഈ മടമ്പ് പറയുന്ന പ്രശ്നമില്ല. ആണുങ്ങൾക്കാണ് മടമ്പ് പറയുന്ന ചെരുപ്പ് പറ്റാത്തത്. ഉമ്മമാർക്ക് നിങ്ങൾക്ക് ഷൂടാ പറ്റാത്തതുപോലത്തെ ചെരുപ്പുകളൊക്കെ കുഴപ്പമൊന്നുമില്ല. 2 കൂട്ടം ഹവായി ചെരുപ്പ് എന്തിനാ വെച്ചാൽ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഹവായി ചെരുപ്പ് ഇടാൻ പറ്റുക. അപ്പോൾ ആ ചെരുപ്പ് 1 കൂട്ടം ചെരുപ്പ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ട ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് 2ാമത്തെ കൂട്ടം കൂടെ കയ്യിൽ കരുതുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നിങ്ങൾ കരുതിയില്ല, അപ്പോൾ അവിടുന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു മുൻകരുതൽ എന്നുള്ള നിലക്കാണ് 2 കൂട്ടം ഹവായി ചെരുപ്പ് പറഞ്ഞത്. തഹല്ലുലാവാനുള്ള കത്രിക, ഉംറയിൽ നിന്ന് തഹല്ലുലാവാനുള്ള കത്രിക, സോപ്പ്, പിന്നെ സാബൂന്, സോപ്പ് പൊടി ഇങ്ങനത്തെ കണിയിൽ അതെടുക്കുക. പിന്നെ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളുണ്ടെങ്കിൽ ആ മരുന്നുകൾ എന്തായാലും കൂടെ കരുതണം. സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ടെങ്കിൽ ആ മരുന്നുകൾ കൂടെ കരുതണം. യാത്രക്കിടയിൽ കഴിക്കേണ്ട മരുന്നുകൾ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കണം, അത് മറന്നു വരുത് കേട്ടോ. പിന്നെ ചെറിയൊരു ജലദോഷം, പനി, കഫക്കെട്ട്, വയറുവേദന, അതിൻ്റെയൊക്കെ ഒരു മരുന്ന് നാട്ടിൽ നിന്ന് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അവിടെ എത്തിയാൽ എന്തായാലും പനിച്ചും എന്തായാലും പള്ളാനുണ്ടാവും എന്നുള്ളതൊക്കെയല്ല, ഉണ്ടായാൽ കഴിക്കാനുള്ളൊരു മരുന്ന്. അതെന്തിനാ അങ്ങനെ? അവിടെ എത്തിയിട്ട് പനിച്ചാൽ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഗുളിക ചോദിക്കുകയാണെങ്കിൽ 1 ഗുളിക തരൂല. പനിക്കുള്ളൊരു ഗുളിക ചോദിച്ചാൽ 1 ഗുളിക തരൂല. ഒരു ബോക്സ് ഗുളിക തരും. ഒരു ബോക്സ് ഗുളികയാണ് 74 ദിർഹംസ്, റിയാലാവും. 74 റിയാലാണ് ഏകദേശം നാട്ടിലത്തെ 12,000 റുപ്യയായി. അപ്പോൾ അതുകൊണ്ട് വല്ല പാരസിറ്റാമോളും മറ്റൊക്കെ ഉണ്ട് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ കാണിച്ചാൽ നല്ലത്, കയ്യിലെടുത്താൽ. പിന്നെ മറ്റൊന്ന്, നമ്മളൊക്കെ ചിലപ്പോൾ മറ്റു രോഗങ്ങളൊക്കെ ഉള്ളവരാവാം. അപ്പോൾ നമുക്ക് പനിച്ചാൽ തരുന്ന ഗുളികയും നമ്മളെ കുട്ടികൾക്ക് പനിച്ചാൽ കൊടുക്കുന്ന ഗുളിക രണ്ടായിരിക്കും. അതൊക്കെ ഡോക്ടറിനെ കണ്ടാൽ അതിൻ്റെ ഗ്യാസ് ഡോസ് കൂട്ടിയിട്ട് കുറച്ചിട്ടാണെങ്കിൽ കുറച്ചിട്ട് ഇതൊക്കെയുള്ള മരുന്ന് ആദ്യം തന്നെ ഡോക്ടർ എന്ത് ചെയ്തോളും തന്നോളൂ. അത് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. സ്ഥിരമായി ഇൻസുലിൻ കുത്തുന്ന ആളുകളുണ്ടെങ്കിൽ അത് കയ്യിലെടുക്കാം, പ്രശ്നമൊന്നുമില്ല. അത് കയ്യിലെടുക്കാമെന്നല്ല, 15 ദിവസത്തേക്ക് കണ്ടിട്ടുള്ളത് എടുത്തിട്ട് റൂമിലൊക്കെ ഫ്രിഡ്ജ് ഉണ്ടാവും, ആ ഫ്രിഡ്ജിൽ വെക്കാം, അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇൻസുലിൻ എടുക്കാം. യാത്രയിൽ പിന്നെ പനി ഇതൊക്കെ മുൻകൂട്ടി കണ്ട് മരുന്നുകൾ, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്തായാലും എടുക്കണം. ഡോക്ടറുടെ എഴുത്ത് നിർബന്ധമല്ല, ഉണ്ടായാൽ നല്ലതാണ്. അങ്ങനെ എല്ലാവർക്കും ചോദിച്ചോളൊന്നുമില്ല. അഥവാ ചോദിച്ചാൽ
കാണിക്കുക എന്നുള്ളതൊക്കെ ഡോക്ടറുടെ എഴുത്തുണ്ടായാലും നല്ലതാണ്. മറ്റൊന്ന് ഡോക്ടറുടെ എഴുത്തുണ്ടായാലുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ കാണിക്കാൻ പോവാണ്, ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ്. കാണിക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ഡോക്ടർ തന്നാൽ മരുന്ന് ചീട്ടൊക്കെ അവിടെ കാണിച്ചാൽ ആ ഡോക്ടർക്ക് തിരിയും, അയാൾ നാട്ടിൽ കുടിക്കുന്ന മരുന്ന് ഇതൊക്കെയാണ് അവിടുത്തെ ഡോക്ടർ എഴുത്താനുള്ളതല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കണമെന്ന് ആർക്കും കിട്ടും, ആ ഡോക്ടർക്ക്. അതിനുകൂടെയാണ് എന്ത് ചെയ്യാൻ പറയുന്നത്, ഈ എഴുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞാൽ കുറേ തവാഫ് സഅയ് ഇതൊക്കെയാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ചിലപ്പോൾ റബ്ബിന് ഇഷ്ടപ്പെടൽ എന്തെന്ന് പറയുന്നത് ഒരു പ്രായമുള്ള ഉമ്മൻ്റെ കൈ പിടിച്ച് നടന്നു. ആ ഉമ്മ അവിടെ നിന്ന് ഉംറ കഴിഞ്ഞ് പോരാൻ നേരത്ത് പറഞ്ഞു, പടച്ചോനെ എൻ്റെ കുട്ടി, ഞാൻ പെറ്റ കുട്ടിയൊന്നുമല്ല, പക്ഷെ എൻ്റെ പെറ്റ കുട്ടികൾ എൻ്റെ കൈ പിടിക്കണ പോലെ ഈ മോളെന്നെ കൈ പിടിച്ചിട്ടുണ്ട്, ഈ മോളെ ഈ കൈ പിടിയിരുത്തിട്ട് റബ്ബേ എന്ന് പറഞ്ഞാൽ അതായിരിക്കും റബ്ബിന് ഇഷ്ടപ്പെടുക. അതായിരിക്കും അത്രയും സമയം നമ്മൾ ചെയ്ത കർമ്മത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുക. എൻ്റെ കൂട്ടത്തിൽ അജ്മൽ സഅദ് എന്നിട്ട് 2 ചെറുപ്പക്കാരുണ്ട്. നിങ്ങളെപ്പോലെ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്തില്ല, കോഴിക്കോട് എയർപോർട്ടിൽ വെച്ചിട്ടാണ് കാണും. ആ യാത്രയിൽ 2 കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വാപ്പുണ്ടായിരുന്നു. പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ തപ്പി തടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഏതാ അപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറി ചെന്ന് എൻ്റെ വാപ്പ വന്ന്, ഞാൻ കരുതിയ വെള്ളിയാഴ്ച പിരിവിന് വന്നിരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളാണോ ജസീൽ ഹസൻ ചോദിച്ചു. അതെ, ഞാൻ നിങ്ങളെ കാണാൻ വന്നു. എവിടുന്ന വരുന്നു? ഞാൻ അരീക്കോട് പത്തനാപുരം ഭാഗത്തുനിന്ന് വരും. അരീക്കോട്ടുന്നു? എന്താ വന്ന പ്രശ്നം എന്താ ചോദിച്ചു. എന്നെ നിങ്ങളൊന്ന് ഉംറ കൊണ്ടുപോയി, ഞാൻ പാസ്പോർട്ട് കൊടുത്തിട്ട് ആരും അങ്ങനെ സ്വീകരിക്കുന്നില്ല, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്നാണ്. അപ്പോൾ ആരോ പറഞ്ഞിട്ട് എത്തിപ്പെട്ടതാണ് വയനാട്ടിൽ, പാവം. അപ്പോൾ ഞാൻ ആ വാപ്പനോട് പറഞ്ഞു, വാപ്പ എന്തായാലും വാപ്പനെ ഞാൻ കൊണ്ടുപോകട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കണം, നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൈകൂട്ടി. കൂട്ടുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള എന്താ കാര്യങ്ങൾ, ഒരു ഉംറ ചെയ്യിക്കാമെന്നാണ്. കാരണം എന്തില്ല, കണ്ണിന് കാഴ്ചയില്ലല്ലോ. ഒരു ഉംറ ചെയ്താൽ തന്നെ ആ ബാപ്പൻ്റെ ആഗ്രഹം നിറവേറി. പക്ഷേ കോഴിക്കോട് എയർപോർട്ടിൽ വെച്ച് അജ്മലി സയദുള്ള 2 കൂട്ടുകാരുണ്ട്. എനിക്ക് അവരെ കിട്ടിയപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, 2 ചെറുപ്പക്കാരാണ്, കല്യാണം കഴിയാത്ത ചെറുപ്പക്കാർ. ഞാൻ വിളിച്ചു, മക്കളെ നിങ്ങൾ എൻ്റെ ചങ്ങായിമാരാണല്ലോ, നമ്മളെ കൂട്ടത്തിൽ കാഴ്ചയില്ലാത്തൊരു പ്രായമുള്ള ഒപ്പുണ്ട്, നിങ്ങൾ ആ ബാപ്പനൊന്ന് ശ്രദ്ധിക്കണേ, റബ്ബ് നിങ്ങളെ കൈവടിയില്ല. പോലെയാണ് ഉസ്താദെ സെറ്റ്, അത് നമ്മളായിക്കൊണ്ട് അത് ഉസ്താദ് ഒരു ബേജാറാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് എല്ലാവരും ചെയ്ത ഉംറ 5 കൂട്ടമായിട്ട് ട്രാവൽസിൻ്റെ കീഴിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഉംറക്ക് വരും. ആ 5 ഉംറ ആ വാപ്പ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ആ വാപ്പ മത്രാഫിൽ വെച്ചിട്ട് കൈ പിടിച്ചിട്ട് ഈ 2 കുട്ടികളെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റബ്ബേ ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു കൂലി എനിക്ക് തരികയാണെങ്കിൽ എൻ്റെ ഈ കുട്ടികൾക്ക് കൊടുത്തിട്ട് മതിട്ടോ എനിക്ക്, അല്ലാതെ എനിക്ക് കൂലി തരണ്ട എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അത്രയും തവണ ചെയ്ത ഉംറയേക്കാൾ റബ്ബിൻ്റെ അടുക്കൽ കബൂലിയത്ത് ഏതായിരിക്കും, ആ ബാപ്പൻ്റെ കൈ പിടിച്ചതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളെ കൂട്ടത്തിൽ പലരും പല തോതിലുള്ളവരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് സഹകരിക്കണം. നമ്മൾ ചായ ഇട്ടുമ്പോഴേക്ക് അപ്പാടെടുത്ത് കുടിച്ചുകൂടാതെ പ്രായമുള്ളൊരു ഉമ്മയുണ്ടെങ്കിൽ, ഉമ്മ കുടിച്ചോളിട്ടോ, ഉമ്മക്ക് കിട്ടിയോ, ഉമ്മക്ക് വേണോ, ഇരിക്കാൻ സ്ഥലം കിട്ടുമ്പോൾ അപ്പാട് പോയി നമ്മളാണ്ട് ഇരിക്കാതെ പ്രായമുള്ള ഒരാളെ കണ്ട ഒന്ന് ഇരുന്നോളിട്ടോ, കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടല്ലോ, അവരൊന്നിരിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ നമ്മൾ ആര് പരിഗണിക്കും, പടച്ചോൻ പരിഗണിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല ക്ഷമ വേണം, ഒരുമയോടുകൂടെ റാഹത്തായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇനി യാത്രയുമായി ബന്ധപ്പെട്ട് കൺഫ്യൂഷനുകളൊന്നുമില്ലല്ലോ, നമ്മളൊന്ന് ദ്വാരന്ന് പിരിയല്ലേ. ഹറമിലെത്താൻ ഭാഗ്യം തന്ന റബ്ബതുപോലെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. നമ്മളാക്കിയ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. ജീവിതത്തിൽ ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന സുഖങ്ങൾ പലതും നമ്മളെ മനസ്സിലാക്കും നമ്മളെ ചോറുകൊണ്ടാണ്, അല്ല. നമ്മളമ്മ ദ്വാരന്നീനു, പടച്ചോനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് റബ്ബേ, എൻ്റെ മക്കളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് ദ്വാരന്നു പോയി നമ്മളമ്മ. നമ്മളെ വാപ്പ ദ്വാരന്നീനു, പടച്ചോനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ ഇടങ്ങേറായിട്ടുണ്ട്, എൻ്റെ മക്കളെ ഈ ഇടങ്ങേറാക്കരുതല്ലോ എന്ന് നമ്മളെ വാപ്പയും ഉമ്മയും ദ്വാരന്നുകൊണ്ട് നമ്മളിന്ന് കുറേ സുഖത്തിലും സന്തോഷത്തിലാണ്. വാപ്പയും ഉമ്മയൊക്കെ ഖബറിലുള്ളവരുണ്ടാവും. അള്ളാഹുവരുടെയൊക്കെ ഖബർ ജീവിതം റാഹത്തിലാക്കട്ടെ. ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയവരുണ്ടാവും, അള്ളാഹുവരുടെയൊക്കെ മണിയറയാക്കട്ടെ. മക്കൾ മരണപ്പെട്ടു പോയവരുണ്ടാവും, അള്ളാഹു ആ മക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. യാത്രയിൽ ചിലപ്പോൾ നമ്മൾ തന്നെ കാശ് കെട്ടിയിട്ട് പോരുന്നവരുണ്ടാവും, പക്ഷേ സാമ്പത്തികമായിട്ടൊന്നുമില്ല. ചിലപ്പോൾ മക്കളെ സഹായിച്ചിട്ട്, അല്ലെങ്കിൽ മരുക്കളെ സഹായിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേര് പോലും അറിയാത്ത, നമ്മൾ പോലും അറിയാത്ത ആളുകൾ കാശ് തന്നിട്ട് ഉംറക്ക് വരുന്നവരൊക്കെ ഉണ്ടാവും. 1 രൂപ തന്നിട്ടെങ്കിലും പരിശുദ്ധ ഹറം യാത്രയിൽ നമ്മളെ സഹായിച്ചവരുണ്ടെങ്കിൽ ഖാലിഖായ റബ്ബ് അവർക്ക് സ്വർഗം പകരം നൽകട്ടെ. ഒരു മേഖലയിലും അള്ളാഹു അവരെ തളർത്താതിരിക്കട്ടെ. അവരുടെ എല്ലാ വിഷയത്തിലും അള്ളാഹു വലിയ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഒരു 3 സ്വലാത്തിലേക്ക് പിരിഞ്ഞൂടെ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ.